പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ രാജപ്പൻ, കുട്ടപ്പൻ, ഇതെല്ലാം പാസ്റ്റർമാരാണ്. മറുഭാഗത്ത് നോക്കുമ്പോൾ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ മുനീർ കാസർഗോഡ്, പാസ്റ്റർ റഫീഖ് വയനാട്, സൗദ ബീബി, റംല തോമസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആരാന്ന്? ഇതെല്ലാം കർത്താവിൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചവരാണ്. ഇത് എണ്ണി പറയാൻ പോയാൽ ഇഷ്ടം പോലുണ്ട്, നേരം പോകും. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ഭാഗം നോക്കിയാൽ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഫാദർ മാർഷലിൻ മൊറൈസ് അച്ഛൻ, ഇങ്ങനെ അനേക അച്ഛന്മാർ 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ കൂടി. അതിനെ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളമെന്ന് നാട്ടുകാരങ്ങനെ പറയുന്നത്. ഇവർ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കുന്നവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഈ അനുഭവത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ അത് മതം മാറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞ് അതിനെ തള്ളിക്കളയാതെ ഇതിന്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ തണ്ണിത്തോട് ദേശത്തിനുണ്ടായാൽ സ്വർഗം സന്തോഷിക്കും. അതുകൊണ്ട് അല്പം ശാന്തമായി ഇന്ന് രാത്രിയിലെ വചന ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആശിക്കുകയാണ്. ഈ കൺവെൻഷൻ ഒരു ഐക്യ കൺവെൻഷനായി ഇവിടെയുള്ള പല സഭകളും സംഘടനാ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഒരു കൺവെൻഷൻ കൂടിയാണെന്നുള്ളൊരു സന്തോഷമാണ്. മാത്രമല്ല ഈ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവരും ഇതിന് കൈത്താങ്ങൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നല്ല മനസ്സുള്ളവർക്കല്ലേ അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ അവരോട് ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയാം. എൻ്റെ പെങ്ങൾ ജാസ്മിൻ എന്നാണ് എൻ്റെ സഹോദരിയുടെ പേര്. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം വയനാടുകാരനാണ്. ഇസ്മായേൽ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുന്ന ഒരു വാചകം ഞാനൊന്ന് ഓർപ്പിച്ച് വചനത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ICPFന്റെ പ്രവർത്തകർ അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് കോളേജിൽ ചെന്ന് പല തവണ ഇദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അപ്പോൾ ഇദ്ദേഹം മുസൽമാൻ പാരമ്പര്യത്തിലുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹം നൈസായിട്ട് ആ ക്ഷണം അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ വിളിച്ചവരെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ കൺവെൻഷന് വിളിക്കുമ്പോൾ പോകാൻ പള്ളി വിലക്കുണ്ടെങ്കിലും ഈ വിളിച്ചവരെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നൊരു രീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ വിളിച്ച ആളുകളെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അളിയൻ, ഇപ്പം എൻ്റെ അളിയനാണ് അദ്ദേഹം, അളിയൻ മീറ്റിങ്ങിന് പോയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്കൊന്നും പോയില്ലെങ്കിലും പുള്ളിക്ക് പകരം പുള്ളിയുടെ കെയർ ഓഫിൽ 4-5 കൂട്ടുകാരെ അങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ ഈ വിളിച്ചവർക്ക് സന്തോഷമായി, ഇദ്ദേഹം വന്നില്ലെങ്കിലും 4-5 പേര് വേറെ വന്നല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെ അനേക ആളുകളെ മീറ്റിങ്ങിലേക്ക് അളിയൻ തള്ളിവിട്ടു. ഈ തള്ളിവിട്ട് പോയവരെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞവരെല്ലാം വിശ്വാസത്തിലായി. അപ്പം ഞാനിത് എന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞങ്ങളിങ്ങനെ കോന്നിയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇതിങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സൈൻ ബോർഡ് ഇരിപ്പുണ്ട്. ചിറ്റാറ് ഇത്ര കിലോമീറ്റർ, തണ്ണിത്തോട് ഇത്ര കിലോമീറ്റർ. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വഴി തെറ്റാതെ കറക്റ്റായിട്ട് ഈ തണ്ണിത്തോട് എത്തിയത്. അപ്പം ഞങ്ങൾ ഈ ബോർഡ് കണ്ട് വഴി തെറ്റാതെ ഇവിടെ എത്തി എന്നുള്ളത് ഒരു സത്യമാണ്, സന്തോഷമാണ്. പക്ഷേ ഈ ബോർഡ് ഇതുവരെ തണ്ണിത്തോട് കണ്ടിട്ടില്ല. ബോർഡ് അവിടെ ഇരിക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒത്തിരി പേരെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം അങ്ങ് ചെല്ലണമെന്നില്ലെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഈ യോഗം കഴിയുമ്പോൾ ഞാൻ 4 പേരെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് രാത്രി എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ യോഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ എന്നുള്ള കാര്യം ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 തിരുവചന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. അത് വായിക്കുന്ന വേദഭാഗങ്ങളെല്ലാം മൈക്കിൽ കൂടെ വായിക്കും. അത് എന്തിനാന്ന് ചോദിച്ചാൽ,
ഒരു കാലഘട്ടം വരെ നമ്മുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡയലോഗുണ്ട്. ഈ പെന്തിക്കോസുകാരുണ്ടല്ലോടെ, അവർ ഈ ബൈബിൾ വചനങ്ങളെ അവർക്കിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചാണ് നമ്മുടെ ആളുകളെയൊക്കെ അവര് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഒരു ആക്ഷേപം പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു ഒരു കാലം വരെ. ഇപ്പോൾ അതില്ല, കാരണം ഇപ്പം എല്ലാവരും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോകുന്നതാണോ എന്ന് കേൾവിക്കാർക്കും കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇത് മൈക്കിൽ കൂടെ വായിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് എല്ലാവരും പരിശോധിക്കണം. കാരണം തിരുവചനമാണ് സകലത്തിൻ്റെയും ആധാരം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാക്യം ഒന്ന് മൈക്കിൽ കൂടെ ഉറക്കെ വായിച്ചു കൊടുത്താട്ടെ ശാന്തമായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നു. ഒരു കാലഘട്ടത്തിൽ യേശു വരുന്നു യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കളിയാക്കിയും പുച്ഛിച്ചും ചിരിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മനസ്സിലായി ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. കാരണം അന്ന് മുതൽ പ്രസംഗിച്ച സകല ലക്ഷണങ്ങളും ഇന്ന് ഓരോ ദിനപത്രങ്ങളിലും കണ്ടും കേട്ടും ഇരിക്കുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ചവര് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ എഴുതുക പാകിസ്ഥാനുമായിട്ട് എന്നാണ് യുദ്ധമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യക്കകത്തൊക്കെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നൊന്നും ആരും ചുമ്മാ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ സാമ്പിളാ, ഒന്നും ആയിട്ടില്ല. ഇത് ചുമ്മാ വെറും ശ്രുതികളാണ്. അടി തുടങ്ങാൻ പോകുന്നതുള്ളൂ. ഇതൊന്നും അല്ലല്ലോ അടി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തു എന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ പകലുപോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓർക്കണം, കുറെ പെന്തിക്കോസുകാർ പണ്ട് കാലം തൊട്ടേ യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞു. ഓ, ഇനി ഇത് വരാനെങ്ങാനും ആണോ എന്നൊന്നും ചിന്തിക്കണ്ട. അധികം താമസം വിനാ വാനമേഘ കാഹളനാദം മുഴക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിപ്പാൻ കാലം അധികമില്ലെന്ന് തിരുവചനത്തിന്റെ തെളിവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ പറഞ്ഞു വായിച്ചു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ ദൈവമില്ലെന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പൊ കൂടുതലും. പിള്ളേർക്കൊന്നും ദൈവമില്ല. പിന്നെ പല പിള്ളേർക്കും ഡിങ്കനാണ് ദൈവം. ഇപ്പൊ ഡിങ്ക മതം, ഡിങ്കനാണ്. ഡിങ്കനെ അറിയത്തില്ലേ? നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി, അതാണ് ഡിങ്കൻ. അപ്പൊ ഈ ഡിങ്കനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആധുനിക തലമുറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ദൈവമില്ല പോലും മനുഷ്യന് ഇവിടെ രാഷ്ട്രീയവും അധികാരവും പണവും കഴിവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇവിടെ സാധിക്കാത്തതൊന്നുമില്ലെന്നാണ് ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് ഈ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പണമോ അധികാരമോ രാഷ്ട്രീയമോ കഴിവോ സമ്പത്തോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ, ഈ ദൈവം വെച്ച നിയമം ഒന്ന് മാറ്റാമോ? മനുഷ്യനായി പിറന്നവനെല്ലാം ഒരിക്കൽ മരിക്കണം. എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉപയോഗിച്ച് അതൊന്ന് മാറ്റാൻ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ കണ്ടുപിടിച്ച് തീരുന്നതിന് മുമ്പേ അവൻ തട്ടിപ്പോകും എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് ഇത് ദൈവം നിയമിച്ച നിയമനമാണ്. മനുഷ്യനായി പിറന്നവർ ഒരിക്കൽ മരിക്കണം. പിന്നെ ഒരു ന്യായവിധിയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ വിശദീകരിക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ ഒടുവിലായി പറയാം. അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഭൂതലത്തിൽ. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു കർത്താവ് വീണ്ടും വരും. ഇതാ വായിച്ചത്. രണ്ട് ചിന്ത. ഒരിക്കലായി വന്നു, ഇനി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി വീണ്ടും വരും. അപ്പൊ ഒരിക്കൽ വന്നത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ളത് ഒന്നാമത്തെ ചിന്ത. ഇനി വരുന്നത് ആർക്കു വേണ്ടി എന്നുള്ളത് രണ്ടാമത്തെ ചിന്ത. രണ്ട് ഭാഗമായി പറഞ്ഞ് തക്ക സമയത്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. കാര്യം ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനുള്ള ശാരീരിക സ്ഥിതി അല്ല എനിക്കും. അതുകൊണ്ട് തക്ക സമയത്ത് നിർത്തും. അപ്പോൾ ഒരിക്കലായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിന്? എഴുതിയിരിക്കുന്നു, അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ.
2025 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ടാണ് പാപം എന്നൊക്കെ ഉപദേശിമാര് പ്രസംഗിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്നത് ഇതൊക്കെ വട്ടം, ഇവർക്ക് വട്ടമാണോ? മനുഷ്യൻ ചന്ദ്രനെ വരെ എത്തി, പിന്നെ ഇപ്പം വീട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന കാലമായി. എന്നിട്ട് ഉപദേശിമാരിപ്പോഴും പാപം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെയാണ് പിള്ളേരെ സെറ്റ് കളിയാക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കെ, മനുഷ്യൻ ചന്ദ്രനിലെത്തി, ചൊവ്വായിലും വ്യാഴത്തിലും ഒക്കെ മണ്ണും കല്ലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നു. പഴയ കുടില് മാറി കൊട്ടാരം വന്നു, മനുഷ്യൻ ആകാശത്ത് കൂടെ പറക്കുന്നു, പിന്നെ വായുമാർഗം സഞ്ചരിക്കുന്നു. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. കൽക്കരി ട്രെയിൻ മാറി, വന്ദേ ഭാരത് വരെ വന്നു, എല്ലാത്തിനും മാറ്റം വന്നു. എന്നിട്ട് ഉപദേശിമാരിപ്പോഴും പാപം 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 എന്ന് പറഞ്ഞ് നടക്കുക, എന്ന് പിള്ളേർ കളിയാക്കുക. പക്ഷെ ഒരു ഭാഗം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മനുഷ്യൻ ആകാശത്ത് പോയി, ചന്ദ്രനെ കാലുകുത്തി, ചൊവ്വയിലും വ്യാഴത്തിലും പോയി, പിന്നെ ഒത്തിരി റെക്കോർഡുകളൊക്കെ സ്ഥാപിച്ചു, ആകാശത്ത് പറക്കുന്നു. ഇപ്പോഴേ കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് പോയി. പക്ഷെ ഒരൊറ്റ കാര്യം, കൽക്കരി ആയാലും വന്ദേ ഭാരത് ആയാലും ഈ ട്രെയിനിൻ്റെ അകത്ത് പോയിട്ടുള്ളവർക്കറിയാം, ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലേ. ടോയ്ലറ്റ് നമ്മൾ സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ കക്കൂസ്. ഈ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അത് മാത്രം മാറിയിട്ടില്ല. ഉണ്ടോ? ഉണ്ടെന്നില്ലാരും ഉണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാത്തിനും മാറ്റം വന്നിട്ട് ഇത് മാത്രം മാറാത്തെന്ന് ചോദിച്ചാൽ സിമ്പിളാ. എന്താ? തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പ് അടിച്ചുകൊണ്ട് പോകുന്നവൻ ട്രെയിനിൻ്റെ അകത്തുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇത് മാറാത്തത്. അപ്പം എല്ലാ മേഖലകളിലും മാറ്റം വന്നിട്ടും മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാത്രം വരാത്ത മാറ്റമാണ് വേദപുസ്തകം പറയുന്നത്, പാപം. അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെ പാപിയായി? മനുഷ്യൻ പാപിയാണോ? ഇവനെ ആരിങ്ങനെയാക്കി? ഇത്യാദി ചിന്തകളിലേക്ക്, ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്താനാണ് വേദപുസ്തകം വായിച്ചു തുടങ്ങിയത്. ഇന്നേക്ക് 20-23 വർഷങ്ങൾക്കപ്പുറത്ത് 2002 പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് ഷമീർ അബ്ദുൽ സലാം യേശുക്രിസ്തുവിന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, എന്തിനാടാ നീ മതം മാറിയത്, എന്തിനാടാ നല്ലൊരു മതം വിട്ടു പോയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി 2002 മുതൽ. ആമേൻ. വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരിത്തിരി ആവേശം തോന്നിയെന്ന് ഇന്ന് രാത്രി തണ്ണിത്തോട് പറയുന്നതിൽ അഭിമാനമുണ്ട്. അയനാടോ ഷമീറെ, ഇത്രയും ആവേശം തോന്നാൻ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ ഒരു ഒറ്റ പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പരസ്യമായിട്ടാ പറയുന്നത്, ലൈവ് മീറ്റിംഗ് ആണ്. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ആവർത്തിച്ചു വായിച്ചിട്ടും പഠിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ അകത്ത് ഒരു പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ മതപഠനത്തിനായി ഖുറാനും പിടിച്ചുകൊണ്ട് മദ്രസയിൽ കടന്നുപോയ കാലം മുതൽ 2002 വരെയും പഠിച്ചത് മതം തന്നെയാണ്. മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ള ആവേശത്തിന്റെ ചോരത്തിളപ്പ് ഞരമ്പുകളിൽ കുത്തിവെച്ചു വളർന്ന പശ്ചാത്തലത്തിൽ നിന്ന് 2002 വിശുദ്ധ വേദപുസ്തകം കരങ്ങളിലെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു പറയും, ഇത് ചേർത്ത് പിടിക്കുന്നതിൽ, ഇത് ഉയർത്തിപ്പിടിക്കുന്നതിൽ, ഇത് കവലകൃതോളം പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഈ പുസ്തകത്തിന്റെ ഒരു പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും ആളുകൾ പറയുന്നത് ഇത് മതം മാറ്റമാണെന്നല്ലേ? ഒന്ന് ചിന്തിക്കണം. 2, ഈ പുസ്തകം ഒരു പൂർണ്ണതയുള്ള ഗ്രന്ഥമായിട്ടാണ് കാണുന്നത്. എന്താണ് പൂർണ്ണതയുള്ള ഗ്രന്ഥം? ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് എവിടെ അവസാനിക്കുന്നത്? എവിടെ? വെളിപ്പാട് പുസ്തകത്തിൽ. അതെന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് വെളിപാട് പുസ്തകം എന്നാണ്. അത് നല്ല വെളിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വെളിപാടല്ല ശരി, പിന്നെന്താ? വെളിപ്പാട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഭാഷയുണ്ടോ? വ്യത്യാസമുണ്ട്. റവലേഷൻ, വെളിപ്പാട്, ഇത്യാദി അർത്ഥം വരുന്ന പദമാണ് വെളിപ്പാട് എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എന്താ വെളിപ്പാട്? നിങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു അറിവിന് വേണ്ടി ചോദിക്കണം. അതെ സഹോദര,
നിങ്ങൾക്ക് ഈ ഖുർആൻ എങ്ങനെ കിട്ടിയെന്ന് ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കും. വഴക്കൊന്നും വിടാൻ പോകരുത്, അറിയാൻ വേണ്ടി ചോദിക്കണം. അപ്പോൾ അവർ സന്തോഷത്തോടെ പറഞ്ഞു തരും. ഞങ്ങൾക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, നബി തിരുമേനി. അദ്ദേഹം ഒരിക്കൽ ധ്യാനത്തിനായി ഈറാ ഗുഹയിൽ പോയിരുന്നു. അദ്ദേഹം അങ്ങനെ ധ്യാനം കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആരോ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. നോട്ട് ദ പോയിന്റ്, തോന്നൽ ഉണ്ടായി. തിരുന്നും പിറകും നോക്കി ആരെയും കണ്ടില്ല, പേടിച്ചു പോയി. അങ്ങനെ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയോട് ഖദീജയോട് പറഞ്ഞു, എനിക്കൊരു വിറയലും പനിയും ഒക്കെ പോലെ തോന്നുന്നു, എന്താ കാര്യം? ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഉടനെ പെണ്ണുമ്പിള്ള പറഞ്ഞു, മനുഷ്യ, അത് ദൈവം നിങ്ങളോട് സംസാരിച്ച നിങ്ങൾ പോയി കേട്ട് പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയത്തില്ല, അതുകൊണ്ട് മനപ്പാടമാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ വീണ്ടും പോയി അങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, കേട്ടതൊക്കെ ഹൃദയത്തിൽ മനപ്പാടമാക്കി എന്നും ശേഷം കാലഘട്ടങ്ങൾക്ക് അപ്പുറത്ത് തൻ്റെ അനുയായികളെ ഇരുത്തി അത് കേട്ടത് പറഞ്ഞു കൊടുത്ത് അവർ പിന്നീട് ഓലക്കഷ്ണങ്ങളിലും പാറക്കല്ലുകളിലും തുണ്ടുകളിലും ഒക്കെ എഴുതി വെച്ചത് കാലത്തിൻ്റെ ക്രമേണ ഗ്രന്ഥരൂപത്തിൽ കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ, വെളിപാട്. അപ്പോൾ അവർ പറയും ഈ പുസ്തകം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവാചകനുണ്ടായ വെളിപാട്. എന്താണ് വെളിപാടെന്ന് അവർ പറഞ്ഞു തരും. വഴക്കൊന്നുമില്ല, പറഞ്ഞു തരും. അപ്പൊ എന്നാ വെളിപാട്? സംസാരം കേട്ടു, ആളെ കണ്ടില്ല. സംസാരിക്കുന്ന പോലെ തോന്നി, ആളെ കണ്ടില്ല. ഇനി നമുക്ക് യോഹന്നാനോട് ചോദിക്കാം. യോഹന്നാനെ, പത്മോസിന്റെ ഏകാന്ത ദ്വീപിൽ തലയോട്ടികൾ ചുതറിക്കിടക്കുന്ന മരണഭേദി പെയ്തിറങ്ങുന്ന അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിൽ കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ ചോദിച്ച യോഹന്നാൻ പറയും, തകർത്ത ഇടിമുടക്കം പോലൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല, പിന്നെയോ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കറങ്ങുന്ന കണ്ണുള്ളവനായി, ആമേ സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. മനസ്സിലാകുന്നോ? വെളിപാടല്ല, തോന്നലല്ല, ഒരു തിരശീലയ്ക്ക് അപ്പുറത്ത് കാണുന്നത് പോലെ യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട്, പ്രദർശനം, അതാണ് വെളിപ്പാട്. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളോട് പറയും, വീട്ടിൽ യേശുവിന്റെ ഫോട്ടോ വെക്കണമെന്ന് അത്രയ്ക്ക് അങ്ങ് നിർബന്ധമാണെങ്കിൽ വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഈ പഴയ ഗോലി സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശുവിനെ വെച്ച് അവമാനിക്കരുത്. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, വെള്ളോടിന് സദൃശമുള്ള കാല്, രാജമുടി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒരെണ്ണം വരച്ചു വെക്ക. അല്ല, പഴയ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശുവിനെ വരച്ചു വെച്ച് ബാബു ആന്റണിയെ പോലും നാണിപ്പിക്കുന്ന മാതിരി പരിപാടി ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് വെളിപ്പാടെന്ന് പറയുന്ന പുസ്തകത്തിൽ അവസാനിക്കുന്ന വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ളൊരു ഗ്രന്ഥമാണ്. ഇത് ഞാൻ വായിക്കാൻ തുടങ്ങി 2002. ഇത് വായിക്കുമ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവുക. ശരിയെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യം തരുന്നെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇത് അത്ര, സുവിശേഷത്തിന്റെ വഴി അത്രയേ ഉള്ളൂ. ഇത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു മാർഗമല്ല. ഇത് മര്യാദയ്ക്ക് വാടാന്ന് പറയുന്ന ഒരു മാർഗം അല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒന്ന് കേൾക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കേൾക്കാം. ഞാൻ വായിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. ഒരിക്കൽ യേശുക്രിസ്തു വന്നത് എന്തിനാണെന്നാണ് നമ്മൾ ചിന്ത തുടങ്ങുന്നത്. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം. 5 ദിവസം കൊണ്ട് ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ച മഹാദൈവം 6-ാമത്തെ ദിവസം ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്ന രംഗം ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. അവിടെ എനിക്കൊരു പ്രത്യേകത തോന്നിയ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. കന്നുകാലി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, മൃഗജാലങ്ങൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പെരുകട്ടെ എന്നൊക്കെ പറഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. പകരം സൃഷ്ടാവായ ദൈവം ദൈവത്തിന്റെ കരങ്ങളാൽ നിലത്തെ മണ്ണ് കൊണ്ടൊരു മനുഷ്യരൂപം നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി.
അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിയെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേകത കണ്ടു. എന്താ പ്രത്യേകത? അവിടെ എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതെന്താ അങ്ങനെ? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടി ഞാനും നിങ്ങളുമാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അത് ശരി, അപ്പൊ നമ്മളെപ്പോലാണോ ദൈവം ഇരിക്കുന്നത്? കറുത്താണോ വെളുത്താണോ എന്നൊക്കെ ചോദിക്കും. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫോട്ടോസ്റ്റാറ്റായിട്ട് സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗങ്ങൾക്കില്ലാത്ത, കന്നുകാലികൾക്കില്ലാത്ത, പറവജാതികൾക്കില്ലാത്ത, നാൽക്കാലികൾക്കില്ലാത്ത ഒരു പ്രത്യേകത എനിക്കും നിനക്കും സ്വർഗത്തിലെ ദൈവം തന്നു, നമുക്ക് മാത്രം തന്നു. എന്താണ് ആ പ്രത്യേകത? ദൈവം ഊതിയ ആ ജീവശ്വാസത്തിലൂടെ ജീവൻ ലഭിച്ച മനുഷ്യന് ഒരു ബോണസ് ലഭിച്ചു. വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. എനിക്കും നിനക്കും ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ ഒരു എഴുത്തുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും ജീവൻ നഷ്ടമായി പോയാൽ എന്ത് പ്രയോജനം? എങ്ങോട്ട് പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ച ഭൂതലത്തിൽ ഏറ്റവും വിശിഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യൻ. നമ്മളെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, അല്ലേ? തണ്ണിത്തോട്ടില് മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എടി രമണി വീട്ടിലെ പട്ടി ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, കുടുംബമായിട്ട് ഇഡലി തിന്നാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? മറിയാമേ പശു അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ ഉണ്ട്, നിങ്ങളും വരണം, അങ്ങനെ വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? എരുമ മരിച്ചു 14-ാം കത്തത്തിന് 7-ാം കത്തത്തിന് വരണം, അങ്ങനെ വല്ലതും വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം അവിടെ തീർന്നു. മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന. എന്തിനാ ഇതൊക്കെ നടത്തുന്നത്? മനുഷ്യൻ്റെ അകത്ത് വിലപ്പെട്ട ഒരു ആത്മാവുണ്ടെന്ന ബോധ്യം മനുഷ്യൻ്റെ അകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ ഒരു മലയോര കൺവെൻഷൻ നടക്കുന്നു എന്നുള്ളത് ഈ കസേരയ്ക്കകത്തിരിക്കുന്ന മനുഷ്യന്മാർ മാത്രമാണോ അറിഞ്ഞിട്ടുള്ളത്? ആണോ? തണ്ണിത്തോട്ടിലെ മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ ഇവര് പരസ്യം, ഫ്ലെക്സും ബാനറും നോട്ടീസൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ലേ? വഴിയെ പോയ പട്ടി തലപൊക്കി നോക്കി, പ്ലസ് തണ്ണിത്തോട് ഷമീർ കൊല്ലം, അതിന് പട്ടി അതിന്റെ വാട്ടിന് പോയി. കണ്ട കാക്ക പറന്നു വന്ന് ഫ്ലെക്സിലിരുന്ന് കുനിഞ്ഞു നോക്കി, പ്ലസ് തണ്ണിത്തോട്, കാക്ക അതിന്റെ പാട്ടിന് പോയി. ആട് കണ്ടു, മാട് കണ്ടു, പോത്ത് കണ്ടു, പശു കണ്ടു, എരുമ കണ്ടു. ചില എരുമയാണെങ്കിൽ അത് കടിച്ചങ്ങ് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. അതിനോട് പറയാൻ പറ്റുമോ, എരുമ ഞങ്ങളുടെ നോട്ടീസാ, എരുമ കീറല്? അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില എരുമകൾ അങ്ങനെ കീറും. എന്നാൽ 6 മണിക്ക് ഇവിടെ കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഏതെങ്കിലും എരുമ കസേര വന്നിരുന്നോ? ഇല്ല. കാരണം മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ടാണ് മനനം ചെയ്യാൻ കഴിയുന്ന ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനോഹരം. അടുത്ത ചിന്ത, സ്വർഗത്തിലെ സൃഷ്ടാവ് പറയാ മനുഷ്യൻ ഏകനായിരിക്കുന്നത്. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹമെന്ന മഹനീയമായ പവിത്രമായ ബന്ധം സ്ഥാപിക്കുന്ന സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം, ചെറുക്കൻ്റെ പേര് വേഗം പറ. ആദാം, പെണ്ണിൻ്റെ പേര് ഹവ്വ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ. നടത്തിയ ഉപദേശി ആരാന്ന് ചോദിച്ചാൽ സെൻട്രൽ പാസ്റ്റർ അല്ല, യഹോവയായ ദൈവം. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ചെറുക്കൻ എങ്ങനെ കെട്ടിയെന്നും കൂടെ അങ്ങ് പറയാം. ഈ ആദമെന്ന് പറയുന്ന ചെറുക്കൻ ഈ തോട്ടത്തിനകത്ത് നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി പൊട്ടിച്ച് ഹവ്വയുടെ കഴുത്തിലോട്ടിട്ട് ഒരു മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറി എന്ന് വാവത്തി കൂന്നഞ്ചാറ് കൂവല് അങ്ങനെ വല്ലതും മുറുക്കിയോ? പറ. ബൈബിൾ അറിയുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ വല്ലതും മുറുക്കിയോ? അങ്ങനൊന്നും മുറുക്കിയില്ല. അതാ പെന്തക്കോസുകാർ മുറുക്കാത്ത. ഇനി ചോദിച്ചേക്കരുത്. അതാ മുറുക്ക. അല്ല, വൈരാഗ്യം കൊണ്ടൊന്നുമല്ല. പുസ്തകത്തിൽ അങ്ങനൊന്നും ഇല്ല മുറുക്കി. അതാ മുറുക്കാത്ത. പിന്നെ ആരാ ഉപദേശി മുറുക്ക് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ സിമ്പിൾ, മനുഷ്യൻ കണ്ടുപിടിച്ച ഇടപാടാ. എന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്ക. ഇത് തമാശയല്ല, ഇത് ഗൗരവമുള്ള കാര്യം. ഇവൻ ഓടി നടന്ന് മുറുക്കണ്ടേ? അങ്ങനെ മുറുക്കണമെങ്കിൽ ആദ്യത്തെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഒഴിവാക്കാൻ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ കെട്ടിയാൽ ഒഴിവാക്കാൻ പറ്റുമോ? പുസ്തകത്തിൽ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചാൽ ദൈവം യോജിപ്പിച്ചു, മരണത്താൽ അല്ലാതെ വേർപിരിക്കരുതെന്ന് കുടുക്കിൻ്റെ അകത്ത് കിടക്കുക. അപ്പം അത് ഇവന് പറ്റത്തില്ല. അപ്പം ഇവനൊരു സൂത്രം കണ്ടുപിടിച്ചു, മുറുക്കാം. എന്തിനാ മുറുക്കുന്നത്? ഇത് വലിച്ചു പൊട്ടിച്ചാൽ ബന്ധം തീർന്നെന്ന് പെണ്ണുങ്ങളെ അങ്ങ് വിശ്വസിപ്പിച്ചാൽ മതി. അതിൽ വിജയിച്ചില്ലേ?
വിജയിച്ചില്ലേ? എത്രയോ പേര് പൊട്ടിച്ചു കളഞ്ഞിട്ട് എനിക്ക് നിന്റെ വേണ്ടാടി എന്ന് പറഞ്ഞു പോകും. സിമ്പിൾ. പക്ഷേ പുസ്തകത്തിൽ ദൈവം അങ്ങനല്ല യോജിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഉലകത്തിൽ ആദ്യത്തെ കല്യാണം മനോഹരമായി അവരെ ദൈവം അനുഗ്രഹിച്ചു, ഏദൻ തോട്ടത്തിലാക്കി സന്തോഷമായി മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചോ, ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ രണ്ട് മനുഷ്യൻ, ആദം അവ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ശ്രദ്ധിച്ചോ, പിന്നെ എവിടെ വിഷയത്തിന്റെ തുടക്കം? കാതലായ വിഷയത്തിലേക്ക് കയറുക. സന്തോഷത്തോടെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ആദം ഹവ്വ ഏദൻ പൂങ്കാവനത്തിൽ തോട്ടത്തിൽ അവരായിരുന്നു. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തൊരു കഥാപാത്രം, അവനെയാണ് ആമേൻ പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ പല പേരുകളിൽ സംബോധന ചെയ്യുന്ന ഒരു ഇരുട്ടിന്റെ ആത്മാവ് ലൂസിഫർ. നാളൊരു പെണ്ണിനോട് ചോദിച്ചു, ലൂസിഫർ ആരാന്ന് ചോദിച്ചോ പറഞ്ഞു മോഹൻലാൽ എന്ന്. അങ്ങനൊന്നും പറയരുത്. ഇവിടെ പ്രസംഗിക്കുന്നത് മോഹൻലാലിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. വേദപുസ്തകത്തിൽ ലൂസിഫർ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അത് എവിടെ എഴുതിയേക്കുന്നതെന്നൊക്കെ തപ്പി നോക്കും. തപ്പി പരാജയപ്പെടുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബൈബിളിൽ തപ്പുന്നതിന് മുമ്പ് ഗൂഗിളിൽ തപ്പണം. ലൂസിഫർ മലയാള മീനിങ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു തരും, ശുക്ര നക്ഷത്രം എന്ന് വരും. എന്നിട്ട് യെശയ്യാവ് 14:12 കയറി നോക്കിയാൽ അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട്. അവൻ്റെ പേരുൾപ്പെടെ രംഗം അവിടെ കിടപ്പുണ്ട്. അതിലേക്ക് പോകുന്നില്ല. അപ്പം ഈ പിശാചെന്ന് പറയുന്നത്, ഈ പിശാചെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഉപദേശി തന്നെ പറഞ്ഞു ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ രണ്ട് മനുഷ്യൻ, ആദം ഹവ്വ. ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് ഇവിടെ നിന്ന് കയറി. ഈ പിശാചൊക്കെ റിയാലിറ്റി ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പിന്നാലെ തെളിയിക്ക്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പിശാച് എവിടുന്ന് വന്നു എന്നൊക്കെയാണ്. ഭയങ്കര തലയുള്ള പിള്ളേരൊക്കെ അല്ലേ ഇപ്പം. ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ദൂതസംഘത്തെ സൃഷ്ടിച്ചു, മാലാഖവൃന്ദത്തെ സൃഷ്ടിച്ചു. ദൂതസംഘത്തിൽ ഒരുത്തൻ പാട്ടുസംഘത്തിന്റെ നേതാവെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. ആമേൻ. ചില ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പറയുന്ന വർഷിപ്പ് ലീഡർ അവനായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവന് വെട്ടുകൊണ്ട് താഴെ വീണ കസേര ഒഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ടെന്നൊക്കെ ഹല്ലേലൂയായിൽ പരസ്യം വരുന്നുണ്ട്. കാര്യമില്ല, അവൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുക. ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയൊന്നും ആരും ഉണ്ടാക്കരുത്. വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു തസ്തികയൊന്നുമില്ല. പാട്ടിന് ലീഡറാകാം, തെറ്റില്ല. ദൈവമക്കൾ ശ്രദ്ധിച്ചോ, പാട്ടിന് ലീഡറാകാം, തെറ്റില്ല. ഇവര് പാട്ട് ലീഡ് ചെയ്ത് പാടി, നമ്മൾ ഏറ്റുപാടി, തെറ്റില്ല. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധന. ആരാധനയ്ക്ക് ലീഡറുണ്ടോ പാസ്റ്ററെ? ആരാധനയ്ക്ക് ലീഡറില്ല. ലീഡ് ചെയ്ത് ആരാധിപ്പിക്കുന്നതല്ല ആരാധന. മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന. അതിൻ്റെ പേര് അതാരും നിർബന്ധിച്ചൊന്നും ചെയ്യുന്നതല്ല. അടുത്തിരിക്കുന്നവൻ കൈ അടിച്ചാലും കൈ അടിച്ചില്ലേലും, ആര് പാടിയാലും പാടിയില്ലേലും, എൻ്റെ ചുറ്റുവട്ടത്തുള്ള അനേകർ രോഗക്കിടക്കയിലായപ്പോൾ, എൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന അനേക രോഗത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യവും ബലവും ദീർഘായുസ്സും തന്ന് എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇന്നുവരെ പോറ്റി പുലർത്തിയ മഹാദൈവത്തിൻ്റെ കരുണ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേര് ആരാധന. അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതി വെച്ചത് എന്താണ്? ആമേ, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചൊറിഞ്ഞെന്നാണോ? പിന്നെ അത്യന്ത കണ്ടോ, ചർച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേക്കടി നേരം എടുത്തിട്ട് ചർച്ചിൽ പോകണം, ഉറങ്ങും, ഇതല്ല. പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷം, ചർച്ചിൽ പോകണമല്ലോ. അവിടെ തുടങ്ങിയ ആരാധന. നമ്മുടെ വിചാരം പാട്ടുകാർ ഈ മ്യൂസിക് ഈ പിന്നെ ഋതമൊക്കെ ഇട്ട് ഇങ്ങനെ തുത്തുന്ന് അടിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല. ആമേൻ. മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പാട്ടുകാരോട് എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ഇവരൊത്തിരി മൂപ്പിച്ചില്ല. സന്തോഷം. ചില ആളുകൾ കയറി നിന്നിട്ട് പോരാ, ശക്തമൂടെ, ഒന്നൂടെ, പോരാ. ഇവനാണോ തീരുമാനിക്കുന്നത് പോരാന്ന്? ഇവനാ ദൈവത്തിന്റെ കണക്കപ്പിള്ളയാണ്. അല്ല, അങ്ങനെയൊന്നും മൂപ്പിക്കണ്ട. ഈ ഇടയ്ക്കൊരു കീബോർഡുകാരൻ, ഞങ്ങൾ ഇതേപോലെ കൺവെൻഷന് പോയിരുന്നപ്പോൾ കീബോർഡുകാരൻ ഇങ്ങനെ, അപ്പോൾ പുള്ളിക്കൊരു ഫോൺ വന്നു. പുള്ളി ഉടനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചരിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം, ഞാൻ ഇവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തീരുമ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന്. അപ്പോൾ അമ്മാതിരി പരിപാടിയൊന്നുമല്ല കേട്ടോ. ആരാധന എന്ന് പറഞ്ഞാൽ ചിലരുടെ ചിന്ത, നിൽക്കുന്ന നേരം മറന്ന് ചുമ്മാ കിടന്ന് ബോധം കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. ഇതിലൊന്നും കഥയൊന്നുമില്ല. ദൈവം നോക്കുന്ന നിന്റെ ഹൃദയമാണ്. ഏത് മനോഭാവത്തോടെ ഈ മീറ്റിങ്ങിന് വരാൻ അവിടുന്ന് ഇറങ്ങിയിടം മുതൽ ദൈവം നോക്കുന്ന ആരാധനയാണ്.
സ്തോത്രം. അല്ലാതെ ഈ ഋതത്തിന്റെ ശബ്ദം കൂടുന്നതനുസരിച്ച് കയറി വരുന്ന ഒരു ആത്മാവല്ല. അത് കറണ്ട് പോകുമ്പോൾ പോവുകയും ചെയ്യും. കറണ്ട് പോകുമ്പോൾ അത് പോകും, മറ്റേത് പോവുകയല്ല. ആര് കൈയടിച്ചില്ലല്ലോ, ആര് പാടിയില്ലേലും ദൈവം ജീവിതത്തിൽ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. അപ്പൊ നോക്ക്, ദൈവം സൃഷ്ടിച്ച ദൂതസംഘത്തിനൊരുവൻ, ഈ പാട്ടുസംഘത്തിന്റെ നേതാവിനൊക്കെ പണ്ഡിതന്മാരെ അറിവുള്ളവർ പറയുന്നു, ആയിക്കോട്ടെ, ഈ ദൂതന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത തന്നെയാണ്. എന്താ ചിന്ത? സാരാഭികളും ആരാവൃന്ദങ്ങളും പരിശുദ്ധൻ 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 എന്ന് രാവും പകലും ആരാധിക്കുന്ന മഹാദൈവത്തിന്റെ സിംഹാസനം കണ്ടപ്പോൾ ഇവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത വന്നെന്ന്, ഞാൻ ഒരു ദിവസം ദൈവം ഇരിക്കുന്ന ആ കസേര ഞാനും ഒന്ന് ഇരിക്കും, അന്ന് ഈ ആരാധന എനിക്ക് കിട്ടും. അത്ര മാത്രമേ അവനെ അന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇന്നും ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിന് കിട്ടുന്ന ആരാധന എനിക്ക് കിട്ടണം. ഏറെക്കുറെ അവൻ അതിൽ വിജയിച്ചത് കൊണ്ടാണ് ഇന്നും ലോകത്തിലെ മനുഷ്യൻ സത്യദൈവത്തെ അറിയാതെ മിഥ്യാമൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ കസേര മോഹിച്ചു. ആമേൻ. ദൈവമെന്ന് പറഞ്ഞാൽ സട്ടാവെന്ന് പറഞ്ഞാൽ ആരാ? ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദൈവത്തിൽ നിന്നറിയുന്ന മഹാദൈവം. ചെറിയ കാര്യമാണോ? ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് കസേര മോഹിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് കസേരയ്ക്കുള്ള അടി, ഇന്നും തീർന്നിട്ടില്ല. ഈ ലൂസിഫറിന്റെ കുഞ്ഞുങ്ങളാണ് ഇന്നും കസേരയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയത്തിന്റെ അകത്തായാലും ശരി, പുറത്തായാലും ശരി. കസേരയ്ക്കടിക്കുന്നവന്റെ ഉള്ളിലൊന്നും പരിശുദ്ധാത്മാവല്ല, എല്ലാം ഈ ചെകുത്താന്റെ ആത്മാവാണ്. അത് കുമ്പനാട്ടായാലും പുനലൂരായാലും തിരുവല്ലയിലായാലും ഇവന്റെ ഉള്ളിലിരിക്കുന്നത് ചെകുത്താനാണ്. കസേരയ്ക്കടിക്കുന്ന ഒരുത്തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. സ്തോത്രം. ഇനി വേണേ ഒറ്റ വാക്കിൽ അങ്ങ് തെളിയിച്ചു പോകാം, അല്ലെങ്കിൽ ചിലർക്ക് വിഷമം ഉണ്ടാകും. ഒറ്റ വാക്കിൽ, ഞാനും തോമസ് പുളിവേൽ പാസ്റ്ററും ഞങ്ങൾ കൂട്ടു സഹോദരങ്ങളും കൂട്ടു വേലക്കാരും കൂട്ടു സഹോദരന്മാരുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സെക്രട്ടറി കസേരയ്ക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നാൽ ഒരു കസേര ഉള്ളൂ, രണ്ടുപേരും ഉണ്ട്. എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഇദ്ദേഹം കൊള്ളക്കാരനാണ്, കൊള്ളരുതാത്തവനാണ്, കള്ളനാണ്, ഇദ്ദേഹത്തെ ജയിപ്പിക്കരുത്, ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ വിവരം പറയുന്ന ഊമക്കത്തെഴുതി പിന്നെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ച് ഇതിലൊന്നും നടക്കുന്നതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തും. എന്ത്? നിങ്ങളിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം. ആ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ഉറക്കെ പറയും, നിങ്ങൾ എൻ്റെ കൂട്ടു സഹോദരനായ തോമസ് പാസ്റ്ററിനെ ആ സ്ഥാനം ഏൽപ്പിക്കണം. അദ്ദേഹം എന്നെക്കാൾ ശ്രേഷ്ഠനാണ്, കഴിവുള്ളവനാണ്, അദ്ദേഹത്തെ നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ത്യാഗം ചെയ്യുന്നൊരു മനസ്സാണ് പരിശുദ്ധാത്മാവ് അകത്തുള്ളവനിൽ വെളിപ്പെടുന്നത്. അല്ലാതെ എഴുതുന്ന പേനക്കകത്തും കുടിക്കുന്ന കുപ്പിവെള്ളത്തിന്റെ അകത്തും വരെ നോട്ടീസ് അടിച്ച് ഇലക്ഷൻ വെക്കുന്ന ചെറുത്താന്മാരുടെ ഒന്നും പരിശുദ്ധാത്മാവില്ലെന്ന് ഇവിടെയും പറയും, ഇനിയും പറയും. ഇന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും മീറ്റിങ്ങിന് വിളിക്കാറുണ്ടെങ്കിൽ വേഗം വെട്ടിക്കോണം, വിളിക്കരുത്. കവലകളുള്ള കാലത്തോളം ഷമീർ കൊല്ലത്തിന് പ്രസംഗം മുട്ടത്തില്ല. അതുകൊണ്ട് മേപ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം, ഈ ചെകുത്താന്റെ ആത്മാവിനെ വിട്ടുകളയണം. അധികാരമോഹം ലൂസിഫറിന്റെ ആത്മാവ്. അത്രയും പറഞ്ഞു വിടുന്നു. ഹൃദയത്തിന്റെ അകത്ത് കസേര മോഹിച്ചവരെ ഹൃദയത്തിന്റെ നിരൂപണം ദൂരത്തു നിന്നറിയുന്ന മഹാദൈവം അവന്റെ നിലയിൽ നിന്ന് വിട്ട് ഭൂതലത്തെ പതിച്ച് ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നുവെന്ന മൂലഭാഷ. മലയാള പരിഭാഷയിൽ ആയിരുന്നുവെന്നല്ല, ആയിത്തീർന്നുവെന്നാണ് മൂലഭാഷ. ആയിത്തീർന്ന പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തെങ്കിലും ഉണ്ടോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ബൈബിൾ ഉത്തരം പറയുന്നു, ആഴത്തിൻ മീതെ ഇരവുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം വെള്ളമുണ്ട്, ഇരവുണ്ട്. ആ വെള്ളത്തിൻ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് റീക്രിയേഷൻ നടക്കുന്നത്, ദൈവത്തിന്റെ സൃഷ്ടിപ്പ്. അവിടെയാണ് ആടുമുള്ള ദമ്പതികളെ തോട്ടത്തിലാക്കി വെക്കുന്നത്. വെട്ടിയിട്ട ദൈവത്തെ രണ്ട് കുഞ്ഞുങ്ങളിൽ ആരാധിക്കുന്ന രംഗം വന്നപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇരുട്ടിന്റെ ആത്മാവ് രംഗപ്രവേശനം ചെയ്തു. പിശാചിന്റെ രംഗപ്രവേശം. ഇനി പിശാച് ആരാന്ന് ചോദിച്ചാൽ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്, പണ്ട് ഒനഡാത്തീവിടെ പരസ്യത്തിൽ ഒരു മൊട്ടത്തലയൻ ഉണ്ടായിരുന്നു, കണ്ണും തെള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി വരുന്നൊരു മൊട്ടത്തലയൻ. പിശാച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപമാണെന്ന് ചിലർ ചിന്തിക്കും, തെറ്റിപ്പോയി. പിശാചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, പിന്നെ ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ് ഇവനെ കുറിച്ച് വേദപുസ്തകത്തിലുള്ളത്. അർത്ഥാൽ ഇവനൊരു ആത്മാവാണ്. ഏതാത്മാവ്? ഇരുട്ടിന്റെ ആത്മാവ്. പക്ഷെ ഇവനൊന്നും പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം.
അല്ല പിശാജ്. പിന്നെ ചിലർ വിചാരിക്കുന്ന പിശാജ് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് നിൽക്കുന്നതാണ് പിശാജ് എന്നാണ് ചിലരുടെ ചിന്ത. മരിച്ച ആരുടെ ആത്മാക്കൾ അങ്ങനെ യൂണിഫോം ഒന്നും ഇട്ടുകൊണ്ട് വരികയല്ല. ചുവന്ന കുറിയാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്തു കഴിഞ്ഞപ്പം വെള്ള സാരി ദൈവം തുണിക്കച്ചവടം നടത്തുമല്ലോ, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തുവിടുക. ഇമാതിരി വിവരക്കേടുകളൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ചതാണ്. സീരിയലുകാരെന്തെല്ലാം മെനകേട ഉണ്ടാക്കി വെച്ചെന്നറിയോ? സീരിയലുകാരുണ്ടാക്കി വെച്ച മെനകേടാ ഇത്. അപ്പൊ മരിച്ചുപോയ ആരുടെ ആത്മാക്കൾ അങ്ങനെ യൂണിഫോം ഇട്ടുണ്ടെന്നും വരികയില്ല. അത് മനസ്സിലാക്കിക്കോണം. മരിച്ചുപോയ ആരുടെ ആത്മാക്കൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊന്നും വരികയില്ല. വേദപുസ്തകം അനുസരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവന് രണ്ട് സ്ഥലമേ ഉള്ളൂ. ഒന്നുകിൽ പാതാളം അഥവാ യാതനാസ്ഥലം, അല്ലെങ്കിൽ പരദേശ അഥവാ വിശ്രമ സ്ഥലം. ഇതിന്റെ നടുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ യൂണിഫോം ഇട്ട് കറങ്ങി നടന്ന ആളുകളെ പേടിപ്പിച്ച് കല്യാണം മുടക്കി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും മരിച്ച ആരുടെ ആത്മാക്കൾ കറങ്ങി തിരിഞ്ഞ് യൂണിഫോം ഇട്ട് പാട്ടും പാടി ശ്രുതി ലയം താളമൊക്കെ ഇട്ട് പാടി മരിച്ചവരിങ്ങനെ വരിക. അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാർ പറയും, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ ഇങ്ങോട്ട് വാ, ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. പിന്നെ 2 കല്ലറയുണ്ട്, ആരും മേടിക്കാത്ത വീട്. നിങ്ങൾ അപ്പഴേ പെന്തക്കോസ്തുകാരെ പിടിച്ചു, അവർ മേടിക്കും. ചുള്ളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കാൻ നോക്കിയിരിക്കുക. അതുകൊണ്ട് മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, പിശാച്. അതൊരു റിയാലിറ്റിയാണ് കുഞ്ഞെ. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, തൂങ്ങിച്ചത്ത സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണി കേട്ടിട്ടില്ലേ? സുമതി സംസാരിച്ച പോലെ രമണി കേട്ടിട്ടില്ലേ? സുമതിയാണോ വന്നേ? അല്ല, പിന്നെ ആരാ? ഈ ശരീരം ഈ ഇരുട്ടിന്റെ ആത്മാവ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കോണം. ഈ പിശാച് എന്ന് പറയുന്നത് ഒരു നിലവിലുള്ള ഒരു യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒറ്റ ഉത്തരം നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ ദിവസത്തെയും പത്രം നോക്കിയാൽ മതി. ഇല്ലേ? ഇവിടുത്തെ പ്രതീക്ഷയോടെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. കുറ്റകൃത്യങ്ങൾ കേട്ടുകേൾവില്ലാത്ത കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിക്കട്ടെ, ഇരട്ടച്ചങ്കുള്ള നേതാവ് ഭരിക്കുന്ന സാക്ഷര കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തൊരു കാര്യം വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ അതിവിടെ നടപ്പിലാകത്തില്ലേ? നടപ്പിലാകും. എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? ചിന്തിക്കണം. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും കേരള പോലീസൊന്നും കഴിവില്ലാത്തവരല്ല. നല്ല കഴിവുറ്റ മികവുറ്റ പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം എന്നായിട്ട് പോലും ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കുറവ് സംഭവിക്കുന്നില്ല? ഒരു പോക്കത്തടിക്കാരനായി പിടിച്ച് ജയിലിലോട്ടിടുന്നവൻ അവൻ മാനസാന്തരപ്പെട്ട നല്ല കുഞ്ഞായിട്ടാണ് പുറത്തു വരുന്നത്. അല്ല, സകല അടവം പഠിച്ച് തികഞ്ഞ കള്ളനാവും പുറത്തു വരിക. എന്താ കാര്യം? ആമേൻ. ഇവിടുത്തെ കുറ്റവാളികളെ നന്മയിലേക്ക് നയിക്കാൻ ഇവിടുത്തെ ഓരോ കണ്ടുപിടുത്തങ്ങൾക്കും കഴിയാത്തതിന്റെ കാരണം സകല തിന്മകളുടെയും പുറകെ ഒളിച്ചിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് ഈ ഇരുട്ടിന്റെ ആത്മാവാണ്, പിശാചാണ്. ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉലകത്തിൽ ഒന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ പിശാചിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനല്ലാതെ മറ്റൊരു സംവിധാനത്തിനും അതിന് കഴിയത്തില്ല. സ്തോത്രം. ഈ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം, യേശു എന്ന് പറയുന്ന ഈ നാമത്തിന്റെ ശക്തി, അതാണ് കള്ളു പിടിച്ചും കഞ്ചാവ് പിടിച്ചും ഓടക്കിടന്നവന് വെള്ളമെടുപ്പും വെള്ളമുണ്ടും ധരിപ്പിച്ച് കടലിൽ നാണമില്ലാതെ നിന്നുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അടുത്ത തലമുറയോട് പ്രസംഗിക്കാൻ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ശിക്ഷാമുറകളല്ല, ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷത്തിന്റെ സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, പിശാചില്ല തിന്മയില്ലെന്നൊന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കല്ലേ. ഇതിന്റെ എല്ലാം പിറകിലിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് ഈ പിശാച് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഇരുട്ടിന്റെ ആത്മാവ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇവൻ എന്നൊരു ശരീരം വേണമെന്നാണ്. അവനൊരു ശരീരം തെരഞ്ഞെടുത്തു. ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെ നോക്കിയപ്പോൾ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടതൊരു ശരീരം. ആരെ? പാമ്പിന്റെ ശരീരം. അതിലൂടെ കയറി തോട്ടത്തിലേക്ക്. ഇതിനകത്തൊക്കെ ഒത്തിരി വിഷയം പറയാനുണ്ട്. പെന്തക്കോസ്തുകാരും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ 1-2 വാക്കിലങ്ങ് പറഞ്ഞു വിടാം. ഈ പാമ്പ് തോട്ടത്തിൽ കയറി അവളെ വഞ്ചിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു മർമ്മം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ പാമ്പ് ഏത് ജന്തുവാന്ന പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്? കേട്ടില്ല? പുസ്തകം വായിച്ചിട്ടുള്ളൊരു പറ. പാമ്പ് ഏത് ജന്തുവാന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? ഇഴജന്തുവെന്നോ? ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് അങ്ങനെ എഴുതിയേക്കുന്നേ. അപ്പൊ പാമ്പ് ഏത് ജന്തു? പോരാ, കത്തിയില്ല. ഇടയ്ക്ക് ആരോ പറഞ്ഞു കാട്ടുജന്തു അല്ലേ? അപ്പൊ ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളും പാമ്പ് കൗശലക്കാരൻ. പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ?
തോട്ടത്തിൽ. ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? വല്ലതും തലേ കയറുന്നുണ്ടോ? കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി. എന്തുവാ തോട്ടം എന്ന് ചോദിച്ചാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കേണ്ട വിഷയം അങ്ങോട്ട് പോകുന്നില്ല. എന്തുവാ തോട്ടം എന്ന് ചോദിച്ചാൽ ഉത്തമഗീതം 4:12 എന്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട ഒരു തോട്ടം ദൈവസഭ. തോട്ടത്തിന് നിഴല. മനസ്സിലാകുന്നുണ്ടോ? തോട്ടം നിഴല ദൈവസഭയ്ക്ക്. തോട്ടം. അപ്പൊ തോട്ടത്തിനകത്തിരിക്കുന്നു മണവാട്ടി. ആര്? അവ്വ. അവിടെ ഒരു കാവൽക്കാരനുണ്ട്. ആര്? ആദം. ആദമിന് 2 ജോലി ദൈവം കൊടുത്തു. പറ. ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. അപ്പൊ സഭയുടെ ഇടവന്, സഭയാകുന്ന മണവാട്ടിക്ക് ഇടവനുണ്ട്. ഇടവന് 2 ജോലിയുണ്ട്. ഒന്ന് വേല ചെയ്യണം, 2 കാക്കണം. അപ്പൊ ഇടയന്മാരെന്ത് ചെയ്യണം? വേല. അനക്കം പോയ കണ്ടോ? സഭയുടെ ഇടയന്മാരെന്ത് ചെയ്യണം? പറ. 2 ജോലി. ഒന്ന് വേല ചെയ്യണം. അല്ല, വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥന നടത്തി വീട്ടിൽ പോയി, ഞായറാഴ്ച വന്ന് പ്രാർത്ഥന നടത്തി വീട്ടിൽ പോയി. ഇതാണോ വേല? ഉണ്ടെന്നില്ല. ഇപ്പൊ ഇതാ നടക്കുന്നത്. ഇപ്പൊ ഇത് വേലയല്ല, ഇത് ജോലി. അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, വീട്ടിൽ പോന്നു. ഞായറാഴ്ച വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, വീട്ടിൽ പോന്നു. സ്ഥലം മാറുമ്പോൾ അടുത്ത സ്ഥലത്ത് ചെല്ലുന്നു. ഇത് തന്നെ. ഇപ്പൊ ചിലർ പറയാ അങ്ങനെ വിളിച്ചവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ വിളിച്ചോണ്ടല്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഇന്ന് ഷമീർ കൊല്ലം നിങ്ങളോട് വേല ചെയ്യാത്തത് എന്താന്ന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഞാൻ ചോദിക്കത്തുമില്ല. ചോദിക്കുന്നൊരു ദിവസം വരും. വേല ചെയ്യാൻ ഏൽപ്പിച്ചവൻ ചോദിക്കുന്നൊരു ദിവസം വരുമ്പോൾ മറുപടി പറയണം. ലജ്ജയില്ലാതെ തെരുക്കോണിൽ നിൽക്കാനും, ആമേ വഴിയിൽ കണ്ടവനോട് സുവിശേഷം പറയാനും, ആമേ ആര് വന്നോ വന്നില്ല വിഷയമല്ല, കർത്താവെ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഭംഗിയായി ചെയ്തു എന്ന് പറയാൻ കഴിയണം. ഇടയന് 2 ജോലി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വേല ചെയ്യണം. ഞാനത് വിടുന്നു. 2 തോട്ടം കാക്കണം. ഇടയൻ ആരായിരിക്കണം? കാവൽക്കാരനായിരിക്കണം. അങ്ങനെങ്കിൽ എൻ്റെ ചോദ്യം, ആമേൻ കാട്ടുചെന്ന് തോട്ടത്തിൽ കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞ് ആ പഴം തീറ്റിച്ചപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? ഇന്ന് രാത്രി പെന്തിക്കോസുകാരോട് ഇങ്ങനെ പറയാം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും, മണവാട്ടി സഭയെ വഞ്ചിക്കും. മനസ്സിലാവുന്നുണ്ടോ എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇന്ന് സകല ദുരുപദേശകന്മാരും തോട്ടത്തിനകത്ത് കയറിയത് കാവൽക്കാർ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ഇത് വേദന ഉണ്ടായത് പറയുന്നത്, പിണങ്ങിയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആമേ. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നാക്കം നിങ്ങളുടെ ഇടയിൽ കടക്കും. ആ വാചകത്തിന്റെ അകത്ത് ഒരു തൻ്റെ ഇടത്തിന്റെ വാക്കുണ്ട്. എന്താ? ഞാൻ പോയ ശേഷം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇരിക്കുന്നിടത്തോളം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ഒരുത്തനെയും ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഓരോ ദൈവദാസന്മാരും ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ സഭ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയാൽ. ഞാൻ ഇവിടുന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വിളിക്കുക, ഉള്ളി കളിക്കോ കമന്ന് വീട് തള്ളി ഇടുവോ പരിപാടിയൊക്കെ ചെയ്തോ, പക്ഷെ ഞാനിവിടെ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ടുള്ള ഒരു പരിപാടി ഈ സഭയ്ക്കകത്ത് നടക്കത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ദൈവദാസന്മാർ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ ഈ ദുരനുഭവം ദൈവസഭ നേരിടത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇത് വേദന കൊണ്ട് പറയുന്ന ഒരു വാക്കൂടെ പറഞ്ഞാൽ ഞാൻ ആ ഭാഗം വിടും. കാര്യം ഇവർ വിഷമത്തോടിരിക്കും ഇതൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ആ ഭാഗം വിടാം. നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പലപ്പോഴും അത്ഭുതമായി തോന്നിയൊരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിൽ ചില ദുരുപദേശ വലിയ കൂട്ടങ്ങളുണ്ട്. പിന്നെ ഈ തങ്കു ദാരു എന്നൊക്കെ പറയുന്ന പോലെ ടിങ്കു, ഒത്തിരി കൂട്ടങ്ങളുണ്ട്. അപ്പം ഈ IPC AG ചർച്ച് ഓഫ് ഗോഡ് ഷാരോൺ പോലുള്ള സംഘടനകൾ പെന്തക്കോസ്ത് അടിസ്ഥാന ഉപദേശത്തിൽ നിലനിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളെന്നാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ചർച്ചുകളിലെ വിശ്വാസി ശ്രദ്ധിക്കണം, ഇവർക്കെല്ലാം ലോക്കൽ സഭയിൽ പാസ്റ്റർമാരുണ്ട്. ഇവരെല്ലാം പാസ്റ്റർമാരാ. ഇവരെല്ലാം ഞായറാഴ്ച ഈ വിശ്വാസികളെ പഠിപ്പിക്കുന്ന എന്താ? ചുറ്റുവട്ടത്തൊക്കെ ദുരുപദേശങ്ങൾ. ഇന്ന പുള്ളി അപ്പുറത്തെ പുള്ളി വന്നിട്ടുണ്ട്, അവിടെ വലിയ കൂട്ടമുണ്ട്, നിങ്ങൾ ഇതിലൊന്നും പോയി ചാടി നിങ്ങളുടെ നിത്യത എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ഉപദേശത്തിൽ നിൽക്കണമെന്ന് ഈ പാവങ്ങളെല്ലാം ഞായറാഴ്ചയും പഠിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആണോ? ആണ്. ഇതിൽ നിന്നൊരു വിശ്വാസി ഞായറാഴ്ച അവൻ്റെ ചർച്ചയിൽ പോകാൻ വിടുവോ? വിടത്തില്ല. പക്ഷേ ഈ പറയപ്പെട്ട സംഘടനയുടെ സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കാൻ ഈ പുള്ളി ഇങ്ങോട്ട് വിളിക്കും. പിടി കിട്ടുന്നുണ്ടാവല്ലോ? എന്തൊരു വിരോധാഭാസമായി നടക്കുന്നത്. സ്വന്തം വിശ്വാസി അവൻ്റെ ചർച്ച ഒരു ഞായറാഴ്ച പോകാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സെൻട്രൽ കൺവെൻഷനെ പ്രസംഗിക്കുന്നത് ടിങ്കുമോൻ. എന്നിട്ട് ഈ പാവങ്ങളെ മുഴുവൻ ദുരുപദേശം കേൾപ്പിക്കാൻ. എൻ്റെ ദൈവാസന്മാരെ,
പൗലോസിനെയൊക്കെ പോലെ ആംബിയറോടെ നിന്നുകൊണ്ട് പറയണം, ഇമാതിരി പരിപാടിയൊന്നും ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം നടക്കത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവദാസന്മാരാ ദൈവസഭയ്ക്ക് ആവശ്യം. കാരണം കർത്താവിൻ്റെ വരവ് അടുക്കും തോറും വിപരീതോപദേശക്കാരെ പൂട്ടിയിടാനോ നിർത്തലാക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് പെരുകിക്കൊണ്ടിരിക്കും. അത് പെടാതെ സൂക്ഷിച്ച്, ആമേൻ, വെണ്ണയും വിശുദ്ധിയും സൂക്ഷിച്ച് അതിനകത്ത് പെട്ടുപോകാതെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു കൂട്ടത്തെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാര് നട്ടലോടെ തീരുമാനങ്ങൾ എടുക്കണം. സ്തോത്രം. അപ്പോ കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ കാട്ടുചെന്ന് തോട്ടത്തിൽ കയറും. അതുകൊണ്ടാ ചില ദൈവദാസന്മാർ വിശ്വാസികളോട് പറയും, ശുശ്രൂഷകന്മാർ അറിയാത്തൊരു പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ വെക്കരുത്. അതിന് വിശ്വാസി ഉടനെ നീ മൂക്ക് വീർപ്പിച്ചിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ കറക്റ്റ്. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ മനസ്സിലായോ? ഈ പാമ്പും കുഞ്ഞുങ്ങൾ വീട്ടിൽ കയറി വെച്ച് പറയും ബന്ധനമുണ്ട്, ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. ഞങ്ങളുടെ പാസ്റ്ററോട് ഞാൻ പറയാം, പാസ്റ്റർ പുള്ളി അറിയിക്കണ്ട, പുള്ളിക്ക് കൃപ ഇല്ല, ഞാനങ്ങ് വരാം. എത്ര ദുരന്തങ്ങൾ വന്നാലും പഠിക്കാത്ത മനുഷ്യരായി മാറരുത്. സഭയ്ക്കൊരു പ്രമാണമുണ്ട്, ചിട്ടയുണ്ട്. അതനുസരിച്ച് ദൈവമക്കൾ മുന്നോട്ട് പോകണം. ബാക്കി ഉപവാസ പ്രാർത്ഥന പറയാം, ഇല്ലെങ്കിൽ വിഷയം മാറിപ്പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, കാട്ടുചെന്ന് തോട്ടത്തിൽ കയറി മണവാട്ടിയെ വഞ്ചിച്ചു. എന്താ? സൃഷ്ടിച്ചവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ആമേൻ പ്രലോഭനം ഉൾക്കൊണ്ട് പഴം പറിച്ചു തിന്നു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യൻ പാപിയായി. തണ്ണിത്തോട് ജംഗ്ഷനിൽ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി 2 വാക്ക്. ജംഗ്ഷനിൽ കേൾക്കുന്ന ആളുകൾക്ക് വേണേ ചിരി വരും. അവരുടനെ ചോദിക്കും, ഓ അത് ശരി, അപ്പൊ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പാപം? ശരിയാ. ഇനി അതും പോട്ടെ, പണ്ടങ്ങാണ്ട് പെണ്ണുമ്പിള്ള ഒരു പഴം തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിയാവും? ചോദ്യം വരും. അപ്പോൾ നമുക്കത് ശരിയാക്കണം. ശരിയാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ 2 ചോദ്യത്തിനും മറുപടി കണ്ടെത്തണം. 1, ഒരു പഴം തിന്നതാണോടോ ഉപദേശി പാപം? അല്ല, പിന്നെന്താ ഈ പാപം? ഒന്ന് ശ്രദ്ധിച്ചേ. 2 കുടുംബക്കാർ തമ്മിൽ അതിര് തർക്കം ഉണ്ടാകുന്നു, 2 വീട്ടുകാർ തമ്മിൽ അടിയാകുന്നു. അതിര് തർക്കം, വസ്തു തർക്കം. നാട്ടുകാർ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, കേൾക്കുന്നില്ല. റവന്യൂ വിളിച്ചു, റവന്യൂ വന്നു, കേൾക്കുന്നില്ല. ഇവർ തമ്മിൽ അടി മൂത്ത് നിൽക്കുന്നു. എന്നാൽ പിന്നെ ഇവിടെ കിടന്ന് അടിക്കണ്ട, കോടതി കേസ് എടുക്കട്ടെ. കോടതി വിധി വരുന്നവരെ തമ്മിൽ അടിക്കരുത്. ഓക്കെ നിങ്ങളൊക്കെ ഓക്കെ. 2 കൂട്ടരും ഓക്കെ. എന്നാട്ടെ മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 2 രൂപയുടെ ഇഴക്കയറ് മേടിച്ച് കുറ്റി അടിച്ച് അളന്ന് തിരിച്ച് വലിച്ചു കെട്ടി. ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിൽ അടിക്കരുന്നൊരു നിയമം വെച്ചു. പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു വീട്ടിലൊരു ചെറുക്കനുണ്ട്, തല തെറിച്ചവൻ. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി നേരെ ഗ്രൗണ്ടിലോട്ട്. അവന്മാരുടെ ഒരു കയറ് കെട്ടി വെച്ചേക്കുന്ന കയറ് മുറിച്ചം കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വരുന്നു. ആരടാ കയറ് മുറിച്ച്? ഉണ്ടല്ലോ അവനാ സാറേ, ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് പിടിച്ചു. ചെവിക്കലിനിട്ടൊരു അടിയും കൊടുത്തു. കേരള ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ടു. ഇത് കണ്ടുകൊണ്ടേ മുറുക്കിക്കൊണ്ടൊരു അമ്മച്ചി അവിടെ തിണ്ണയിലിരിപ്പുണ്ട്. ശ്രദ്ധിച്ചേ, അമ്മച്ചി പറഞ്ഞൊരു ഡയലോഗ്, അയ്യോ എന്തരടിയാ കൊച്ചിനായിട്ട് അടിക്കുന്നേ? 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അമ്മച്ചിക്ക് എന്ത് മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിന്? വേണ്ട, മത്താടെ കട തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം. 5 വള്ളി കയറ് മേടിച്ച് കെട്ടി വെച്ചാൽ കൊച്ചിനെ അങ്ങ് വിട്ടേരെ. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? ഇല്ല. കാരണം 2 രൂപയുടെ കയറ് മുറിച്ചതല്ലടോ അവിടുത്തെ വിഷയം. നിയമലംഘനം നടന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇനി ഭരണഘടന എഴുതിയിരിക്കുന്ന നടപടിക്രമം അനുസരിച്ച് ജാമ്യമെടുത്ത് പുറത്തു വരാമെന്നുള്ളതാണ് ഈ ലോകത്തിന്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി മാറ്റം വരാത്ത സ്വർഗത്തിലെ നിയമം, പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്ത ദേഹി മരിക്കണം. മരണമെന്ന പ്രോസസ്സിലൂടെ സകല മനുഷ്യരും കടന്നു പോകണം. അല്ലാതെ കേവലം ഒരു പഴം തിന്നതല്ലടോ പാപം, നിയമലംഘനം. ഇനി അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ? ഒരു ചോദ്യം. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മാരക രോഗം നാട്ടിലുണ്ട്, HIV. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഇല്ല. ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. പിന്നെ ബ്ലേഡ് മാറിയെടുത്ത് ഷേവ് ചെയ്തോ ചോരക്കുഞ്ഞ്? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞു രോഗിയായെന്നൊന്ന് പറ. ആരാ തെറ്റ് ചെയ്തേ? അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കുന്നത്. ഇവിടുത്തെ സയൻസിന് എതിർപ്പില്ലല്ലോ, ഇവിടുത്തെ ഡിഗ്രിക്ക് എതിർപ്പില്ലല്ലോ.
കാരണം അതിന് അവർക്കൊരു ഉത്തരം പറയാനുണ്ട്. അത് രക്തത്തിലൂടെ വന്നതല്ലേ പാസ്റ്ററേ എന്ന്. ആണല്ലോ. അങ്ങനെയെങ്കിൽ തിരുവചനത്തിനൊരു ഉത്തരം പറയാനുണ്ട്. ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുമെന്നും, ഇനി വന്നാൽ തന്നെ അത് നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോരെ, ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനു എന്ന ചോദ്യത്തിന് വിശുദ്ധ വേദപുസ്തകം മറുപടി പറയുന്നു. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് വായിച്ചേ. 17:26. ഉറക്കെ വായിച്ചു കൊടുത്താട്ടെ. 17:26. ആ മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. മൈക്കിൽ കൂടെ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. അങ്ങനെ തന്നെ ആണോ എന്ന് എല്ലാവരും നോക്കിക്കോണേ. ഇനി പെന്തിക്കോസുകാർ പ്രത്യേകം എന്തെങ്കിലും എഴുതിക്കൊണ്ട് വന്നൊന്നും പറഞ്ഞേക്കരുത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇവിടെ രണ്ട് പദമുണ്ട്. ഒന്ന് അവൻ, മറ്റൊന്ന് ഒരുത്തൻ. ആരാ ഈ അവൻ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ അഥവാ ദൈവം. രണ്ട്, ഒരുത്തനിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന്. ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ തണ്ണിത്തോട് കേട്ടോ, കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്നവൻ അല്ല, ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവൻ അല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ പോയിരുന്നു, ഞാൻ ഇനി കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും, നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന പുള്ളി അല്ല. ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. സ്തോത്രം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. അപ്പൊ ചോദിക്കും, പാസ്റ്ററേ എവിടാ ദൈവം കുടിയിരിക്കുന്നത്? വാക്യം 24 വായിച്ചോട്ടെ. 24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? എടാ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഇരിക്കാനും കിടക്കാനും നടക്കാനും എഴുന്നേക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ട, അങ്ങനെ ചെയ്യാം സേട്ട എന്ന് പറയും. അതുപോലെ അനുസരിക്കുന്നവനല്ല ദൈവം. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ എത്ര തണ്ടും തടിയും മസിലും ഒക്കെ പെരുപ്പിച്ച് നടക്കുന്നവനാണെങ്കിലും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ആമേൻ ഏതവനുമില്ല. തിരുവനന്തപുരത്ത് പുലേനാർ കോട്ടയിൽ പോയി കിടന്ന് വലിക്കും. എടാ, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും വലിക്കും. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ചില അണ്ണന്മാരുടെ ചിന്ത ഇച്ചിരി തിന്ന് കുടിച്ചത് അടിച്ചു കൊഴുത്തല്ല ജിമ്മിലൊക്കെ അങ്ങോട്ട് പോയി അങ്ങനെ മസിലൊക്കെ അങ്ങോട്ടുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെരുകി മുഴച്ച് സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ആരും കയറി എന്ത് ചെയ്യാൻ, എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും റോഡെ കിടക്കും. അതുകൊണ്ട് മിനിമം മനുഷ്യനെ പേടിച്ചില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ മനുഷ്യൻ നിർമ്മിച്ച ഒരു കെട്ടിടങ്ങളിലും ആരും വസിക്കുന്നില്ല, ദൈവം വസിക്കുന്നില്ലടോ. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഥ പറയാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ. ഉള്ളതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഉള്ളത് പോയോ? പോയി. ചാക്കോച്ചൻ വെളിയിലോട്ടിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. പെട്ടെന്ന് പുള്ളി മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു?
ഹെലികോപ്റ്റർ. പുള്ളി ഉടനെ നിലവിളിച്ചു, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്ന് വർഗീസിനെ രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യമേ പറയാവൂ, പറ. എന്നെ രക്ഷിക്കണമെന്നല്ലേ വിളിച്ചേ? ഹെലികോപ്റ്റർ താഴെ വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു, ഉള്ളതല്ലേ? 2 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്നതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചേച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കും? നിങ്ങൾ പറ. ഇതുപോലും തിരിച്ചറിയാനുള്ള ബോധം 100% സാക്ഷരത പ്രാപിച്ച കേരളത്തിലെ മനുഷ്യന്റെ തലയ്ക്കകത്തില്ലെന്ന് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നത്, എടാ ആമേൻ, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ ശ്വാസമുള്ള നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കിയവനാണ് ദൈവം. ഇനി ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന ഒരു ചോദ്യം ചോദിക്കാം. കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പറ മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ഉറക്കെ പറ മക്കളെ. ദൈവം. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അവർക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. കണ്ടോ, കൊച്ചുങ്ങൾക്ക് വരെ മനസ്സിലായി. ഈ കുഞ്ഞുങ്ങൾക്കുള്ള ബോധം പോലും ഇവിടുത്തെ മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യന്മാർക്കില്ല. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണം? ആരുണ്ടാക്കി തരും? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നത് മനുഷ്യനിർമ്മിതമായതല്ല. ഇന്ന് രാത്രി നിന്റെ കണ്ണു തുറക്കണം. ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ, എന്നെയും നിന്നെയും പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും ഉളവാക്കിയ മഹാദൈവം, ജീവനുള്ള ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിലൊന്നും വാസം ചെയ്യുന്നില്ല. അതുകൊണ്ടാ പ്രളയം വന്ന പെന്തിക്കോസുകാരൻ്റെ ചർച്ചിലും വെള്ളം കയറും, അവൻ്റെ തമ്പേറും ഒഴുകിപ്പോകും. അപ്പം ഞങ്ങളാരും വെളിയിലിറങ്ങിയെന്ന് എന്നാലും എൻ്റെ യേശുവിനെ ഗതി വന്നല്ലോ എന്നൊന്നും നിലവിളിക്കത്തില്ല. കാര്യം എന്താ? ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ യേശുവെ സൂക്ഷിച്ചിരുന്നോണേ, കള്ളന്മാരൊന്നും എടുക്കല്ലേ, ദൂതന്മാർ കാവൽ ചെയ്തോണേ, അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് പൂട്ടിയച്ചല്ല പോകുന്നത്. പിന്നെന്താ? ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ആമേൻ, ദൈവ കുഞ്ഞുങ്ങൾ എങ്ങനെയാ പോകുന്നു എന്ന് ചോദിച്ചാൽ 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരികയും, ആരാധന കഴിഞ്ഞ് ദൈവജനം ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഇന്നെൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ, ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് ദൈവം വസിക്കുന്നത് എന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം നിന്റെ ഹൃദയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൽ തുറക്കപ്പെടേണ്ടത് ആമേൻ നിന്റെ ഹൃദയമാണ്. സ്വർഗത്തിലെ ദൈവത്തിന് വസിക്കുവാൻ, ഇന്ന് രാത്രി യേശുവിന് പ്രവേശിക്കുവാൻ, ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാനിടയാകും. ഇതാ സുവിശേഷം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, പാപം അകത്ത് കയറി, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? ആദാമ്യ രക്തത്താൽ. ഒരൊറ്റ രക്തം. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമെന്ന് ഇതുപോലെ ഒരു ഉച്ചഭാഷയിലൂടെ പ്രസംഗിക്കാൻ തൻ്റെ ഇടമുള്ള ഒരൊറ്റ സംഘടന ഇന്ന് കേരളത്തിലുണ്ടോ? ഞങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും. സ്തോത്രം അല്ലേ? ഇനി തെളിയിക്കണോ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക്, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു, തണ്ണിത്തോട് ലാബി കൊണ്ട് കൊടുക്ക്. 10 മിനിറ്റ് മിടിക്ക് പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെച്ച് തരും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം. ഒന്നിൽ ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ഞങ്ങളുടെ ഉപദേശിയുടെ രക്തം. കൊടുക്ക്, ലാബി കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ? മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ. തരുവോ? ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. അതവിടെ ഇരിക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം അല്ലയോ? ഒരൊറ്റ രക്തത്തിന്റെ ഉടമ. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ചരട് കെട്ടിയവനും കുടുംബ കെട്ടിയവനും ഒറ്റ രക്തം. ഒരു രക്തം. സഹോദരങ്ങൾ അല്ലേ? പിന്നെ എന്തിനാണോ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്തിനാ തമ്മിലടിക്കുന്നത്? ഈ രക്തം കൊടുക്കുമ്പോൾ തമ്മിലടി ഉണ്ടോ? കിഡ്നി കൊടുക്കുമ്പോൾ ഉണ്ടോ?
കത്തോലിക്ക ചെറുപ്പക്കാരൻ കൊന്തയും കുരിശും കഴുത്തിലിട്ട് ബൈക്കിൽ പാഞ്ഞുപോയി. ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന്. അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട 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 വേണ്ട, നീ BJP അല്ലേ, ഇന്ന് വരെ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി, മനോരമയെ പരസ്യം ചെയ്തു. കിഡ്നി ആവശ്യമുണ്ട്. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറയുമോ? പറ. അപ്പം ഇതൊന്നും ആർക്കും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിഷയമില്ല. അതല്ലേ പ്രളയം വന്നപ്പോൾ എന്തൊരു സ്നേഹം. ജാതിയില്ല, മതമില്ല, ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നു. പിന്നെ മെത്ത വേണ്ട, കട്ടിൽ വേണ്ട, പിന്നെ ടാർപ്പ വിരിച്ചം കിടക്കുന്നു. പഴങ്കഞ്ഞി എങ്കിൽ പഴങ്കഞ്ഞി, അച്ചാറെങ്കിൽ അച്ചാറ്, എല്ലാം കൂടെ തിന്നുന്നു. പിന്നെ ഭയങ്കര സന്തോഷം, സ്നേഹം. പിന്നെ വഞ്ചിക്കകത്ത് കയറാനായിട്ട് കൈപിടിച്ച് കയറ്റുന്നു, കുനിഞ്ഞു നിന്ന് മുതു കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്തൊരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ നല്ല എന്തൊരു സ്നേഹമാണ്, ഇങ്ങനെ അങ്ങ് പോയേനെ. പ്രളയമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? പ്രളയത്തിന് മുമ്പ് അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട്, സൂക്ഷിക്കുക. വെള്ളം അകത്തോട്ട് ഇരച്ചു കയറിയപ്പോൾ മക്കള് അന്യരെ വിളിച്ചിട്ട് പറയാ, പപ്പായും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കാൻ. അപ്പൊ അന്യര് കയറി അപ്പൊ പട്ടിയൊക്കെ ഒഴുകി പോയെന്ന്. അപ്പൊ അന്യര് കയറി, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പപ്പായും മമ്മിയും രക്ഷിച്ചു. 3 മാസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി മക്കൾ നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി പുതിയ ബോർഡ് വെച്ചു, അന്യർ അകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഇതാ അവന്റെ പേരാ മലയാളി. ജാതി മത വർണ്ണ വർഗം വിവേചനം വർഗീയം ഇതിൻ്റെയൊക്കെ നടുക്ക് ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുവിശേഷകൻ അഭിമാനത്തോടെ പറയാൻ കഴിയും, കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ കൂടപ്പുറപ്പാണ്, എൻ്റെ സഹോദരനാണ്, ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമയാണ്. എൻ്റെ പ്രിയപ്പെട്ടത് അണിത്തോടുകാരേ, അതുകൊണ്ടാണ് പല ആളുകളും ഞങ്ങളെ കളിയാക്കി പറയത്തില്ലേ, യവന്മാർക്കൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരുടെ. ആര്? ഈ പെന്തിക്കോസുകാർ തന്നെ. ഓ, യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞു കയറി വരുമെന്ന്, നാണം ഇല്ലെന്ന് പ്രാർത്ഥിക്കട്ടെന്ന് ചോദിച്ചു പിന്നെയും വരും. നാണം ഇല്ലാത്തവന്മാര്. സത്യമല്ലേ? സത്യമല്ലേ? അയ്യോ, ആ പറഞ്ഞത് സത്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ചവിട്ടി തേച്ചാലും അടിച്ചാലും ഇടിച്ചാലും ആട്ടിപ്പായിച്ചാലും പിന്നെയും നാണമില്ലാതെ വലിഞ്ഞു കയറി വരുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. എൻ്റെ സഹോദരൻ, എൻ്റെ കൂടപ്പുറപ്പ് കള്ളടിച്ച് കഞ്ചാവടിച്ച് റോഡേ കിടന്ന് നശിച്ചു പോകരുത്, അവൻ്റെ ആത്മാവ് നരകത്തിൽ ചെന്ന് വീഴരുത് എന്നുള്ള ദൈവസ്നേഹം ഹൃദയത്തിൻ്റെ അകത്ത് തുടിക്കുന്നത് കൊണ്ടാണ് നാണമില്ലാതെ പിന്നെയും 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 പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു വീട്ടിൻ്റെ അകത്തോട്ട് വലിഞ്ഞു കയറി വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് പള്ളിക്കാരുണ്ടാകാം, ബന്ധുക്കാരുണ്ടാകാം, കുടുംബക്കാരുണ്ടാകാം, സ്നേഹിതരുണ്ടാകാം. ഇവരാരെങ്കിലും കൂടെ നിങ്ങളെ കാണുമ്പോൾ, എടി ഇന്നല്ലെങ്കിൽ നാളെ നീ മരിച്ചുപോയാൽ നിന്റെ ആത്മാവ് എവിടെ പോവടി, നരകത്തിൽ പോകുന്നെങ്ങാനും ചോദിച്ച് ഒരു വേദന ഇന്ന് വരെ പങ്കുവച്ചിട്ടുണ്ടോ? അതേ സ്ഥാനത്ത് നിങ്ങളൊരു പെന്തക്കോസുകാരനെ കണ്ടുപോയാൽ ഓട്ടനെ പറയാനുള്ള എന്തേ ഉള്ളൂ, യോ കർത്താവ് വരാറായി മാനസാന്തരപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ബന്ധവും നിങ്ങളുമായിട്ടില്ലാത്ത ഈ ആളുകൾക്ക് എന്തിനാണ് നിങ്ങളുടെ ആത്മാവ് നരകത്തിൽ പോയ ഇത്ര സങ്കടം? എടാ, സ്വന്തം ഇടവക പള്ളിയിലുള്ള വിശ്വാസികൾ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കണ്ടാൽ പോലും പുരോഹിതൻ വിലക്കില്ല. വിലക്കിയ പള്ളിയിൽ ആള് കാണുകയില്ല. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? പക്ഷെ തിരുവഴുത്ത് പറയുന്നു മദ്യപാനി. അപ്പൊ യഥാർത്ഥത്തിൽ ഒരിറ്റ് സ്നേഹമെങ്കിലും അകത്തുള്ളവനാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ക്രിസ്മസിനും കുപ്പി പൊട്ടിച്ച ആഘോഷിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആരാ? പറ. ഈ ചന്തയിൽ നിന്ന് നാണമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് തൻ്റെ അടുത്തോട് ചോദിക്കാം, രക്തബന്ധങ്ങൾ ഇന്ന് ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞ് ആശുപത്രി കൂട്ടിരിക്കാൻ വരാത്ത കാലമായിന്ന് അല്ലേ? രക്തബന്ധങ്ങൾ. ആ സ്ഥാനത്ത് ഞാൻ മറ്റാരെയും പറയട്ടെ, എൻ്റെ കാര്യം പറയാം. എൻ്റെ കൂടെ ഞാൻ 2 മാസം 1.5 മാസത്തോളം ആശുപത്രിയിലായിരുന്നു.
എൻ്റെ ഭാര്യയും മക്കളും ആശുപത്രി തന്നെയായിരുന്നു. എൻ്റെ കൂടെ വരാൻ ബാപ്പാടെ കുടുംബക്കാരിൽ ഉമ്മാടെ കുടുംബക്കാരിൽ ആരുമില്ല. ഈ പുസ്തകം എടുത്തത് കൊണ്ട് ആരുമില്ല. പക്ഷേ എൻ്റെ ചർച്ചിലെ സഹോദരന്മാരാണ് ഏതാവശ്യത്തിന് ഓടി നിന്ന ചർച്ചിലെ സഹോദരങ്ങളാണ്. അവർക്ക് എന്താ വിഷയം? അത് മനസ്സിലാക്കുക. ഒരു ബന്ധമില്ലാത്ത ഒരുത്തൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞാൽ ഉടനെ ഉപദേശിമാർ രണ്ടെണ്ണത്തെ പിടിച്ച് അവിടെ പോകും. ഉറക്കം വിഴിഞ്ഞിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ആർക്കാ ഇല്ല, അപ്പുറത്തെ ചാക്കോച്ചന് ക്യാൻസറാന്ന്, നമുക്കൊന്ന് പോയി ഇവർക്കെന്താ ഈ വിഷയം? എന്താ വിഷയം? ഇന്നു വരെ നിന്റെ കൂടപ്പിറപ്പുകൾക്കോ നിന്റെ കൂടെ ഒരുമിച്ച് വള്ളി പോകുന്നവർക്കോ ഇല്ലാത്തൊരു വേദന, ഒരു ബന്ധമില്ലാത്ത ഈ ആളുകൾക്ക്, ഈ തെരുവിൽ നിന്ന് സുവിശേഷം പറയുന്നവർക്ക് ഉണ്ടാകേണ്ടത് എന്താ? ഈ പുസ്തകം തന്ന തിരിച്ചറിവ്. ഈ പണം മുടക്കി ഈ യോഗം ഇവിടെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇതിൻ്റെ പിന്നെ ബാധ്യത വരുമോ കടമാകുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും അടുത്ത വർഷവും കർത്താവ് വന്നില്ലെങ്കിൽ നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ദേശത്ത് ഒരു വ്യക്തി പോലും നരകത്തിൽ പോകരുത്, നശിച്ചു പോകരുത്. ഈ ദൈവസ്നേഹമാണ്. മനസ്സിലാകുന്നു? ഇപ്പോൾ ആദാമ്യ പാപം ഒരൊറ്റ രക്തത്തിൽ പിറന്ന മനുഷ്യരായതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഒന്നാം ഭാഗം വേഗത്തിലൊക്കെ നിർത്തി അടുത്ത ചിന്തയിലേക്ക് വരാം. അങ്ങനെ മനുഷ്യൻ പാപിയായി, സകല മനുഷ്യരും പാപത്തിലേക്ക് വീണുപോയി. പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ മുമ്പിൽ ദൈവം മുന്നോട്ട് വെച്ച പദ്ധതികൾ ബൈബിൾ വീട്ടിൽ പോയി വായിക്കണം. ഒന്നാമത്തെ പദ്ധതി, ദൈവം മനുഷ്യന് പ്രമാണം കൊടുക്കുകയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം. എന്തിനാ? തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ മുമ്പിൽ ഒരു നിയമം വേണം. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കാറെടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടാൻ കാരണം ഇവിടെ ഒരു നിയമം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. തലയിൽ ഹെൽമെറ്റ് എടുത്ത് വെക്കാൻ കാരണം ഒരു നിയമമുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ഇതില്ലാത്ത കാലത്ത് ആരും ഹെൽമെറ്റ് വെക്കാതെ ഓടിച്ചവരാ. പക്ഷേ അന്ന് നിയമമില്ലായിരുന്നു. അബ്രഹാമിന്റെ കാലത്ത് ഇതെന്റെ ഭാര്യയല്ല, ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ കാലത്ത് ഒരു നിയമമില്ലാതിരിക്കുമ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ നിയമം കൊടുത്തു, കള്ളം പറയരുത്. അങ്ങനെ മോശ മുഖാന്തരം പ്രമാണം കൊടുത്തു. എന്തിന്? തെറ്റും ശരിയും തിരിച്ചറിയാൻ നിയമം വേണം. ആ ന്യായപ്രമാണ നിയമം മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തിട്ടും ആമേൻ പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ പിന്നെയും പാപത്തിലേക്ക് പോകുന്ന ചിത്രമാണ് പഴയ നിയമങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികളെ പോലെ അയന്ന ഈ മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്ക് ഫ്രിഡ്ജ് മേടിച്ചപ്പം കമ്പനിക്കാരൊരു പുസ്തകം കൂടെ കൊടുത്തു. ഏത് പുസ്തകമാണ്? കാറ്റലോഗ്, ഉപയോഗിക്കേണ്ടുന്ന വിധം. വാച്ച് മേടിച്ചാലും മൊബൈൽ മേടിച്ചാലും എല്ലാം കിട്ടും ഈ ബുക്ക്. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപയുടെ എലിവിഷം മേടിച്ചാൽ അതിനകത്തും ചുരുട്ടി മടക്കി വെച്ചേക്കും ഒരു പേപ്പർ. ഉപയോഗിക്കേണ്ടുന്ന വിധം, പിള്ളേരുടെ അടുത്ത് വെക്കരുത്, ഭക്ഷണത്തിൻ്റെ അടുത്ത് വെക്കരുത്. ഇതാ മറിയാമ്മയ്ക്കും കിട്ടിയ പുസ്തകം. പുസ്തകം കൊണ്ടുവന്ന് മറിയാമ്മ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ച് ഒരു കമ്പിളി തുണി എടുത്ത് അതിൻ്റെ മുകളിലങ്ങ് ഇട്ടു. 2-3 ദിവസം കഴിഞ്ഞ പുതിയ ഫ്രിഡ്ജല്ലേ, ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. മറിയാമ്മ അടുക്കളയിൽ പോയി ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഐസ് കുത്തി ഇളക്കാൻ വരിക. അപ്പോൾ കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്, കമ്പ്യൂട്ടർ. അവൻ ചോദിച്ചു, അമ്മാമ്മ എവിടെ പോകുന്നു? ഐസ് കുത്തി ഇളക്കട്ട, പുതിയ ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പൊന്നമ്മാമേ, വല്ലപ്പോഴുമെങ്കിലും ആ പുസ്തകം എടുത്തൊന്ന് വായിക്കും. ഏത് പുസ്തകം? കമ്പനിക്കാർ തന്ന പുസ്തകം. എന്ത് ചെയ്യേ? അത് ഫ്രിഡ്ജിൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. വല്ലപ്പോഴും അതെടുത്തൊന്ന് വായിക്കുന്നു. അതിനാടാ അമ്മാമേ, കമ്പനിക്കാർ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച ചെറിയ ചെറിയ കുഴലുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മുനയുള്ള കമ്പി പിന്നെ പിച്ചാത്തി ഒന്നും കൊണ്ട് കുത്തി ഇളക്കരുത്. അതിന് ഹോള് വീണാൽ ഗ്യാസ് ലീക്കാവും, പിന്നെ ഫ്രീസർ വർക്ക് ചെയ്യത്തില്ല. അപ്പം അത് ഓഫ് ചെയ്തിട്ട് വേണം അത് അലിച്ച് കളയാന്നൊക്കെ വല്ലപ്പോഴും ആ പുസ്തകം എടുത്തൊന്ന് വായിക്കണമെന്ന്. ഉടനെ മറിയാമ്മ പറയാം, ഓ പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്താണ്, ഇങ്ങനെ കുത്തത്തുള്ളൂ. ഇങ്ങനെയാ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ. അവിടെ വീട്ടിലും പുസ്തകം ഇരിപ്പുണ്ട്, എവിടെ ഷോക്കേഴ്സിൽ പുസ്തകം ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ഒക്കെ വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ചേച്ച് റോഡേ കൂടെ ഓലക്കാലം പിടിച്ചൊരു നടപ്പാണ്. ഞാൻ ഇല്ലാത്തതൊന്നും അല്ല പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന കാര്യം പറയുക. അപ്പോൾ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചോണ്ട് പോകുന്നവനെ കണ്ടാൽ ഇച്ചീച്ചി, ഓലക്കാലം പിടിച്ചോണ്ട് പോകുന്നത് അഭിമാനം. അപ്പോൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾ പുസ്തകം ഒന്ന് വായിക്കാനാണ് പറയുന്നത്. അത്രേ പറഞ്ഞുള്ളൂ. ഇനി എന്തിന് പുസ്തകം വായിക്കണമെന്നൊരു ചിന്ത അകത്തുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഈ അടുത്ത കാലത്ത് ഒരു പുരോഹിതൻ പെന്തിക്കോസുകാരെ കളിയാക്കി പറഞ്ഞതാ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക. അദ്ദേഹം പറഞ്ഞു, പെന്തിക്കോസുകാർ എന്താ പറഞ്ഞാലും ഉടനെ എന്തെടുത്തോണ്ട് വരും? ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ട്. ഇവന്മാർക്ക് ഈ പുസ്തകം കൊടുത്തതേ ഞങ്ങളാണ്.
ആര് പറഞ്ഞു? അച്ഛൻ ചിരിക്കാനല്ല, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഈ പുസ്തകം നമുക്ക് തന്നത് ഞങ്ങളുടെ സഭാപിതാക്കന്മാരെന്ന് അച്ഛൻ പറയുക. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാരണവും കൂടെ പറഞ്ഞു, കേട്ടോ. അദ്ദേഹം പറഞ്ഞു, 1-ാം നൂറ്റാണ്ട് കാലം മുതൽ, അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം വന്നു. എന്താ ആശയക്കുഴപ്പം? ദൈവത്തിൻ്റെ അരുളപ്പാടിന് പുറമെ പരീശന്മാരുടെ കള്ളയെഴുത്തുകളും ദുരുപദേശങ്ങളും മാനുഷിക ഉപദേശങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിലോട്ട് കയറി 1-ാം നൂറ്റാണ്ട് കാലം. അപ്പോൾ സഭാപിതാക്കന്മാർ ഒന്നിച്ചുകൂടി സുനഹദോസ് വിളിച്ചു. ഒന്നിച്ചുകൂടി, ചരിത്രമാ ഉള്ളതാ. അങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് അവർ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ ഈ മാനുഷിക ഉപദേശങ്ങളും ദുരുപദേശങ്ങളും കള്ളയെഴുത്തുകളെല്ലാം എന്ത് ചെയ്യണം? തള്ളണം. എന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രം കൊള്ളണം. അങ്ങനെ അവർ സുനഹദോസ് കൂടി തള്ളേണ്ടതെല്ലാം തള്ളി, കൊള്ളേണ്ടതെല്ലാം കൊണ്ടു. അങ്ങനെ എഴുതി അവർ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച് തള്ളിക്കളയേണ്ടതെല്ലാം മാറ്റി കൊള്ളേണ്ടത് മാത്രം കൈക്കൊണ്ട് ഇങ്ങോട്ട് തന്ന പുസ്തകമാണ് ഇന്ന് പെന്തിക്കോസുകാർ ഈ കൊണ്ട് നടക്കുന്നതെന്ന്. അല്ലേ? സത്യമല്ലേ? ആന്ന്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഒരു വരിയും കൂടെ പറയാം. അങ്ങനാണെങ്കിൽ ആ അച്ഛൻ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നും ഇല്ല. തള്ളേണ്ടതൊക്കെ അവരുടെ പിതാക്കന്മാർ അന്നേ തള്ളി. ഇന്ന് ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇതെടുത്ത് നോക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണുള്ളത്, ദൈവത്തിൻ്റെ ആലോചനകളാണുള്ളത്. അതുകൊണ്ടാണ് എന്ത് പഠിപ്പിച്ചാൽ ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത്. അതിൻ്റെ കൂടെ എനിക്കൊരു അതിശയം കൂടെ അത് കേട്ടപ്പോൾ തൊട്ട് വന്നിട്ടുണ്ട്. അന്ന് സഭാപിതാക്കന്മാർ തള്ളേണ്ടതല്ല എന്ത് ചെയ്തു? തള്ളി. ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രം എന്ത് ചെയ്തു? സ്വീകരിച്ചു. പക്ഷെ ഇന്ന് പള്ളിയിൽ നടക്കുന്ന പല പൂജകളും വഴിപാടുകളൊന്നും ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് വരാതെ പോയി? അവരത് തള്ളി. മനസ്സിലാകുന്നവല്ലോ. അപ്പോൾ കൊള്ളേണ്ടതേ ഇതിനകത്ത് ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട. ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. പക്ഷേ ജനം അങ്ങനെയല്ലായിരുന്നു. പ്രമാണം കൊടുത്തപ്പോൾ പ്രമാണം കൈവച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് മനുഷ്യൻ വീണ്ടും പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അടുത്ത പദ്ധതി രംഗത്തിറക്കി. എന്ത്? പ്രവാചകന്മാരെ അയച്ചു. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഓശയ്യ, യോവേൽ തുടങ്ങി പ്രവാചക പറയും ലോകത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ജനത്തോട് വിളിച്ചു പറഞ്ഞു ഒരു സന്തോഷ വാർത്ത. ഈ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന രണ്ട് കാര്യം പറയാം. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്ന ആളാണ് യെശയ്യാ പ്രവാചകൻ. 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ എന്ന് പറയുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 300 വർഷം കൂടെ പിന്നിട്ടപ്പോൾ, അഥവാ ക്രിസ്തുവിന്റെ ജനനത്തിന് 400 വർഷം മുമ്പ്, യെശയ്യാവിന് ശേഷം 300 വർഷം കഴിഞ്ഞ് മീഖ എന്ന് പറയുന്ന പ്രവാചകൻ രംഗത്ത് വന്നിട്ട് പറയുകയാണ്, ആ പറഞ്ഞ യെശയ്യാവ് പറഞ്ഞ ആ രക്ഷകൻ ബത്ലഹേം എന്ന ഗ്രാമത്തിലെ എഫ്രാത്ത എന്ന വില്ലേജിൽ ജനിക്കും. ഇന്ന് രാത്രി തണ്ണിത്തോടിനോട് ഞാൻ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് ആ പ്രവചിച്ച പോലെ ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പിറന്നിട്ടില്ല. സ്തോത്രം. ജനിക്കുന്നതിന് 700 വർഷം. ചിലരെന്നോട് ചോദിക്കും ഈ ഖുറാൻ വിട്ട എന്തിനാന്ന് ചോദിക്കും. ഖുറാൻ വിട്ട എന്തിനാന്ന് ചോദിക്കും. ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഈ വിഷയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരെണ്ണം പറയുക. ഇവിടെ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പറഞ്ഞു കന്യക ജനിക്കും. അത് കഴിഞ്ഞ് 400 വർഷം മുമ്പ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ജനിക്കും. ആ പറഞ്ഞതുപോലെ തന്നെ ജനിക്കുകയും ചെയ്തു, ജീവിക്കുകയും ചെയ്തു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 600-610 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി വന്നിട്ട് പറയുകയാണ്, മറിയ യേശുക്രിസ്തുവിനെ മരുഭൂമിയിലെ ഈത്തപ്പനയുടെ ചുവട്ടിലാണ് പ്രസവിച്ചതെന്ന്. ഇതെല്ലാം കഥയുണ്ട്. എടാ, ഇതെല്ലാം കഴിഞ്ഞ്
അപ്പം അതുകൊണ്ടാണ് അത് വിട്ടതിന് ഒത്തിരി കാര്യം വേറെ ഉണ്ട്, പോട്ടെ, ഇതിപ്പോൾ വിഷയത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനത്തെ നിവർത്തീകരിച്ചുകൊണ്ട് മീഖ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ജനിക്കും. 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ബത്ലഹേം എഫ്രാത്തിൽ ജനിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി ലോകത്തിൽ പ്രത്യക്ഷനായി. 1-ാം ഭാഗം, യേശുക്രിസ്തു ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് ഒരു മാതൃകാ ജീവിതം കാണിച്ചു തന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ തണ്ണിത്തോടിനോട്, യേശുക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്ന മാതൃകാ ജീവിതം, ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഒരു ദോഷം ഒരുത്തനും പറയാനില്ലാതെ ജീവിച്ചൊരു മാതൃകാ ജീവിതം ജീവിച്ച് കാണിച്ച ഓരോറ്റ മാതൃകാ പുരുഷന്മാരോ നേതാക്കന്മാരോ പ്രവാചകന്മാരോ ഉലകത്തിലുണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. സ്തോത്രം, മാതൃകയുള്ള ജീവിതം. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയുള്ള ജീവിതം. ഇപ്പം 18 കാത്തിരിക്കുക, കാണിച്ചു തരാൻ തള്ളേ. 30 വയസ്സ് വരെ കീഴടങ്ങി ജീവിച്ചു, മാതൃകയുള്ള ജീവിതം. 33 തിരുവയസ്സിൽ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാകുന്ന, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി പാപമില്ലാത്ത ക്രിസ്തു എനിക്കും നിനക്കും പകരമായി ഏറ്റെടുത്തു. ക്രൂശിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ പുറംകണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. ഹല്ലേലൂയ. കണ്ടോ കാൽവരിയിൽ കിടക്കുന്ന കാഴ്ച. ആമേൻ. പ്രവാചകൻ പറയുന്നു, ആമേൻ. ശൂനേങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ 1000ങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. എന്നാൽ പ്രവാചകൻ പറയുന്നു, ഇല്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. വെണ്മയും ചുവപ്പുമുള്ളവനായ പ്രിയൻ കാൽവരിയുടെ കൊലക്കളത്തിൽ ആളല്ലാത്തവണ്ണം ഒരു മാംസകഷണമായി മാറിയത് എന്നെയും നിന്നെയും നരകത്തിൻ്റെ പടുകുടിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എനിക്കും നിനക്കും പകരമായി യേശു ക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ കയറെ തൂങ്ങുന്ന ഈ കാലം, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് ട്രെയിനിന് മുമ്പിൽ ചാടുന്ന ഈ കാലം, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കിത്തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച കാൽവരിയിലെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി എത്ര ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയാൽ പകരമാകും, എത്ര കയറെ തൂങ്ങിയാൽ പകരമാകും? അതൊന്നും ഇന്ന് രാത്രി ദൈവം നിന്നോട് ചോദിച്ചില്ലല്ലോ, പകരം ഒന്നേ ചോദിച്ചുള്ളൂ. ഇന്ന് രാത്രി നിന്റെ ഹൃദയം കർത്താവിനായി തുറക്കപ്പെടുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ആ യേശുവിന് വേണ്ടി തുറക്കപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കുന്ന രാത്രിയായി. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. മരിച്ച അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, 3 ആണി കൊണ്ട്, അരിമത്യക്കാരന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നു എങ്കിൽ, തണ്ണിത്തോടുകാരെ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. തണ്ണിത്തോട്ടിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകന് വേണ്ടി പാടാൻ ഒരു കൊയർ ടീം ഇവിടെ ഒഴിവാകത്തില്ല തണ്ണിത്തോട്ടിൽ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങി ഒതുങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പലതവണ തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അനന്തര സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറി. ഇന്ന് രാത്രി കേട്ടെ, അപേക്ഷയല്ല, യാചനയല്ല, ഓർഡർ. മർക്കോസിന്റെ സുവിശേഷം
16-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചു കൊടുത്തേ. 16-15 ഒന്ന് രണ്ട് ഭാഗം കൂടെ വായിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചാട്ടെ 16-15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. പറ, ദൈവജനം പറ. സുവിശേഷം എന്തിനാടോ തണ്ണിത്തോട്ട് ഇങ്ങനെ തൊണ്ട കീറി അലർന്നെന്ന് ചോദിച്ചാൽ, എനിക്കും നിനക്കും വേണ്ടി പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയായതു. ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണം. ഇത് ഞങ്ങളെ ഏൽപ്പിച്ചതൊരു പള്ളിക്കാരല്ല, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചതൊരു സംഘടനയല്ല, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ചില അണ്ണന്മാര് ഇവിടെ പ്രസംഗിക്കണ്ടെന്നൊക്കെ പറയാം. അതൊക്കെ നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ള അണ്ണ. സുവിശേഷം പ്രസംഗിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസംഗിക്കും, പ്രസംഗിച്ചിരിക്കും. സ്തോത്രം. ശ്രദ്ധിച്ചേ. പിന്നെ ചിലർ പറയുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല, ഇവന്മാര് ഭയങ്കര ശബ്ദമാണെന്ന്. ശബ്ദം വല്ല കഥയുള്ളതാണോ ഈ പറയുന്നത്? ഗുണ്ട് പൊട്ടിക്കുന്നവൻ, ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കിച്ച് പറയുക ഭയങ്കര. അവൻ പൊട്ടിക്കുന്നത് ഗുണ്ട്, നമ്മൾ പൊട്ടിക്കുന്നത് ഓലപ്പടക്കം. മുക്കിന് 50,000 ബാട്സ് കെട്ടിവെച്ച് ഗുണ്ട് പൊട്ടിക്കുന്നവൻ ഇവിടെ 3000 ബാട്സ് 5000 ബാട്സ് അല്ലെ 10,000 ബാട്സിൻ്റെ അകത്ത് നോക്കി ശബ്ദം. ചുമ്മാ, ഇതൊക്കെ ചുമ്മാ പറയുന്ന ആക്ഷേപമാണ്. ഇതിലൊന്നും കഥയില്ല. ഇത് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ മൈക്ക് ഉണ്ടേലും മൈക്ക് ഇല്ലേലും, കെട്ടിടം ഉണ്ടേലും കെട്ടിടം ഇല്ലേലും, റോഡറമ്പിലാണെങ്കിലും ചന്തമൈതാനത്താണെങ്കിലും മരത്തിൻ്റെ ചവിട്ടിലാണെങ്കിലും സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഏൽപ്പിച്ചത് സ്വർഗത്തിലെ കർത്താവാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കണം. എന്നിട്ടോ വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങളെല്ലാം കാതു തുറന്ന് കേട്ടോ. പെന്തിക്കോസുകാരും കണ്ടുപിടിച്ച ഉപാധി അല്ലത്. ജീവനെ തന്ന കർത്താവ് പറഞ്ഞു, 1 വിശ്വസിക്കണം, 2 സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഇത്രയേ ഉള്ളൂ. അല്ല, ഇത് ഞങ്ങൾ ആരും ഇന്നലെ മെനിഞ്ഞാന്നും പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചോണ്ട് വന്ന പരിപാടിയല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിക്ക്. അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഇവിടെ പലരും പറയുക, അതിന് നമ്മൾ പണ്ടേ സ്നാനപ്പെട്ടല്ലേ എന്ന്. ഏത്? പണ്ട് കുഞ്ഞുവാവയായിരുന്നപ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടല്ലേ എന്ന്. അപ്പൊ വിശ്വാസമോ അത് വളരുമ്പോൾ മതിയെന്ന്. പുസ്തകത്തിൽ എങ്ങനെ എഴുതിയേ? വിശ്വസിക്കുകയും. അപ്പൊ ആരാ സ്നാനപ്പെടേണ്ടത്? വിശ്വസിച്ചവൻ. കുഞ്ഞുവാവ മുമ്പിൽ കയ്യിലെടുത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന് മരിച്ചെന്ന് അടക്കപ്പെട്ടെന്ന് ഉയർത്തനെ നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും. കുഞ്ഞെ, നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? ആണോ? കുഞ്ഞ് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നാനം കഴിപ്പിക്കാം. തിരുവെഴുത്ത അല്ല, അത് പിന്നെ വളരുമ്പോഴായാലും മതിയെന്ന്. ഇന്നെല്ലാവരും കുളിച്ചില്ലേ? കുളിച്ചിട്ട് തല തോർത്തിയില്ലേ? വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താം, പിന്നെ കുളിക്കാം. അപ്പം പിന്നെയും തോർത്തേണ്ടി വരും. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം തല തിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിമുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കണ്ട. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ വിശ്വസിക്കുന്നവനാണ് സ്നാനമേൽക്കേണ്ടത്. അപ്പോൾ അടുത്തൊരാൾ പറയും, പുള്ളി അങ്ങനെയൊക്കെ പറയുമെങ്കിലും പുള്ളിക്ക് അറിഞ്ഞുകൂടാ, പുള്ളി മുസ്ലിമിൽ നിന്ന് വന്ന നമ്മൾ കുഞ്ഞുവാവയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. അതിന് പകരം ഒരാളെ ഏറ്റു പറയാൻ വേണ്ടി ഞങ്ങൾ നിർത്തും. അത് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. കല്യാണത്തിന് പോയിട്ടുണ്ടോ? പള്ളിയിൽ ഉണ്ടോ? പറ. ഉണ്ട്. ഈ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പം ഈ പള്ളിയിൽ അച്ഛനോ പാസ്റ്ററോ പുരോഹിതനോ ഈ ചെറുക്കനോടൊരു ചോദ്യം ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പ്രിയ ചെറുക്കനും പെണ്ണിനോട് ചോദിക്കും, പ്രിയ സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ച അപ്പൻ പുറകിൽ നിന്ന് പറയാ, സമ്മതമാണ്. കെട്ടിക്കുവോ? പറ, വേഗം പറ. കെട്ടിക്കുവോ? അതിനാ സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്ക് വല്ല എടുത്തതാണ്. കെട്ടിക്കുവോ? ഒത്തിരി അച്ഛന്മാർ എനിക്ക് സൗഹൃദ വലയത്തിലുള്ളവരാ.
എൻ്റെ അറിവിൽപ്പെട്ട ഒരു പുരോഹിതന്മാരും എന്ത് ചെയ്യില്ല, കെട്ടിക്കൂല, മൈൻഡ് പോലും ചെയ്യൂല. വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് വെക്കുന്ന ജേക്കബിൻ്റെ ജോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? പിന്നെ പ്രസവിച്ച അമ്മ അവിടെ നിന്നുണ്ട്, സമ്മതമാ അച്ചോ, അവൾ ആ കെട്ടണം എന്ന് പറഞ്ഞ് നിന്നെ, അങ്ങോട്ട് കെട്ടിക്കോ? ചിരിക്കാൻ പറഞ്ഞല്ല, കെട്ടിക്കോ? ഇല്ല. ഒരു കാര്യം ഗൗരവമായി ചിന്തിച്ചോ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, കർത്താവിൻ്റെ സഭയാകാൻ, മണവാട്ടി സഭയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല. നിന്റെ നാവ് കൊണ്ട് നീ പറയണം, കർത്താവേ, അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നെന്നും ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അങ്ങ് അനുഭവിച്ചെന്നും അങ്ങ് എനിക്ക് പകരമായി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും എന്നെ ചേർക്കാൻ താമസം വിനാ വാനമേഘ വെളിപ്പെടുമെന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നിന്റെ അധരം കൊണ്ട് ഏറ്റു പറയണം. അത് ഷമീർ കൊല്ലം പറഞ്ഞുണ്ടാക്കിയതല്ല. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കുഞ്ഞിൽ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ പറയുക? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറയുന്നത്. തിരുവഴുത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാതെ, സ്വന്തം വ്യാഖ്യാനം ചേർക്കാതെ എഴുതിയിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞു തരിക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ആമേൻ. ഈ അന്ത്യകൽപ്പന ശിഷ്യന്മാർക്ക് കൈമാറി. എന്നിട്ടോ കർത്താവ് ഒലിവുമലയിലേക്ക് പ്രവേശിക്കുക, സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന രംഗം വന്നു. അങ്ങനെ ഒരു രംഗം വന്നു. കർത്താവായ യേശുക്രിസ്തു അവരുടെ കണ്ണിന് മറഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരിങ്ങനെ തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആകാശത്തു നിന്ന് വെള്ളവസ്ത്രം ധരിച്ച് ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വന്നു. ഒരു വാചകം വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:11 ഉറക്കൊന്ന് വായിച്ചു കൊടുത്തേ. തീർന്നു. ഈ ഭാഗം വായിച്ചു നിർത്തുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി തണ്ണിത്തോടുകാരോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു മടങ്ങി വരാൻ സമയമായി. യേശു വീണ്ടും മടങ്ങി വരും. ദൈവമക്കളെ, ഈ പറഞ്ഞ ഇന്ന് വരെ, ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ പറഞ്ഞ കാര്യം നടന്നില്ലേ? അങ്ങനെങ്കിൽ യേശു വീണ്ടും മടങ്ങി വരും. ഹല്ലേലൂയ. ഇത് കേട്ട ശിഷ്യന്മാരെന്ത് ചെയ്തെന്നും കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പാട്ട് പാടിക്കാനൊന്നും നിൽക്കുകയല്ല, പ്രാർത്ഥിച്ച് നിർത്തത്തുള്ളൂ. വായിച്ചു, താഴോട്ട് വായിച്ചു. അവർ യെരൂശലേമിന് സമീപത്ത്, ശിഷ്യന്മാർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശിഷ്യന്മാർ തിരിച്ചെവിടെ പോയി? പറ. യെരൂശലേമിലെ. മനസ്സിലാവുന്നുണ്ടോന്ന് അറിയാനാ. അവിടെ ചെന്നിട്ടോ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അപ്പൊ അവരെവിടെ കയറിപ്പോയി? ശിഷ്യന്മാര്. ഈ കയറിപ്പോയവരുടെ പേര് വിവരം ഒന്ന് പറയാം, ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. പത്രോസ്. നിൽക്കട്ടെ. ആരായി പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പം പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, ആൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. നിൽക്കട്ടെ, അവിടെ. അതാരാ പേരാ ഇപ്പൊ പറഞ്ഞേ? മറിയ എന്ന്. ഈ പുള്ളിക്ക് വല്ല കാര്യമുണ്ടോ? പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാന്നല്ലേ പറയുന്നത്? അങ്ങനല്ലേ പറയുന്നത്? എന്നാ കേട്ടെ, തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു, പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ശിഷ്യഗണം എന്ന് പറഞ്ഞാൽ പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ, സ്ലീഹമാര്, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരങ്ങളോടും ഉൾപ്പെടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ മേലെ പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ഇനി പറ. പത്രോസ് ലീഗയുണ്ട്, തോമാസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, മറിയ ഉണ്ടോ? പറ. ഇനി പെന്തിക്കോസുകാരുണ്ടാക്കി പറഞ്ഞാന്നൊന്നും പറയരുത്, അതിനാ ഈ പറയിക്കുന്നേ. ഉണ്ടോ? ഉണ്ട്. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചൊന്നും കൂടെ വായിര്. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ? ആണോ?
പെന്തക്കോസ്തുകാർ അങ്ങനാണോ? ആണോന്ന്? അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്ത് കാറല്ല, പിന്നെന്തുവാ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അപ്പൊ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എന്താ? ഒരു ദിവസമാണ്. ഏത് ദിവസം? 50-ാം പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസം വന്നു. ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചു? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോഴോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. എന്നിട്ടോ വായിച്ചോ? അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ നിൽക്കുക. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? ഉറക്കെ പറ. എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പെന്തിക്കോസുകാരി മറിയ ആണോ? ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ പത്രോസ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യാക്കോബ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യോഹന്നാൻ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ ബർത്തലോമായി, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ മർത്തായി, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ അൽഫയുടെ മകനായ യാക്കോബ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ എരിവുകാരനായ ശീമോൻ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും കലവില പറഞ്ഞിട്ടാണ് തണ്ണിത്തോടുകാർ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പെന്തിക്കോസുകാര് അമ്മയില്ലെന്ന് പറയുന്നവരോട് മര്യാദയ്ക്ക് പറഞ്ഞോണം, നിങ്ങളുടെ പള്ളിയിൽ ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ച കൂട്ടത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒന്നും ഞാൻ എൻ്റെ വാപ്പ പഠിപ്പിച്ചത് പറഞ്ഞില്ല, പുസ്തകത്തിൽ എഴുതിയതാ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പോപ്പ് പത്രോസ്ലീഹ എഴുന്നേറ്റു. ആത്മാവിൽ നിറഞ്ഞൊരു ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 വായിക്കുക. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ഒരു ഒറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ ഉറക്കെ പറ കുത്തുകൊണ്ടു. എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിലാണ് ഒരുത്തൻ പ്രസംഗിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് എന്ത് കൊള്ളും? മനസ്സിലായോ? പുസ്തകത്തിൽ ആത്മാവാണെങ്കിൽ എന്ത് കൊള്ളും? ചങ്കത്ത് ഇടയ്ക്കിടയ്ക്ക് അന്നേരം ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങേര് ഞങ്ങളെ കുത്തി, ഇങ്ങനല്ല. ഇങ്ങേര് നിങ്ങളെ കുത്തിയതല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ നിനക്ക് കുത്തുകൊള്ളുന്നെങ്കിൽ ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. പക്ഷെ ഇന്ന് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും നമുക്ക് വേണ്ട. പുള്ളിയെ വിളിക്കണ്ട, പുള്ളി കുത്തു. ഈ എന്നെയും പലരും വിളിക്കുന്നത് സ്നേഹം മൂത്തിട്ടൊന്നുമല്ല, പിന്നെ പുള്ളിയാകുമ്പോൾ ഉള്ള കാര്യം അങ്ങനെ വിളിക്കുന്നതാണ്. ഈ കമ്മിറ്റി കൂടുമ്പം 10 പേര് കൂടുമ്പം പറയും നമുക്ക് ആരെ വിളിക്കണം? ഷമീർ കൊല്ലത്തെ വിളിക്കാം. അപ്പോൾ ഈ 2 പേര് പറയും ഷമീർ കൊല്ലത്തെ വിളിക്കും. അപ്പം മറ്റേ 8 പേര് പറയും പുള്ളിയെ വിളിക്കരുത്, പുള്ളി ആദ്യം നമുക്കിട്ട് തന്നെ കുത്തും, അത് വേണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ബഹളമൊക്കെ. പിന്നെ ഈ 2 പേര് ഒറ്റക്കാലം നിൽക്കുമ്പം ബാക്കി 8 പേര് എന്നാ വിളിച്ച് അനുഭവിച്ചോളാൻ പറഞ്ഞങ്ങ് സമ്മതിക്കും. ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നമ്മൾ ഈ യോഗ സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ വണ്ടി ചെന്നിറങ്ങുമ്പം ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്ന ഈ 8 പേരാ. മനസ്സിലായി? എന്നിട്ട് പറയും പാസ്റ്റർ ഇവിടെ ഇറക്കാൻ വേണ്ടി ഞങ്ങളാ. പിന്നെ നീ ആരാന്ന് എനിക്കറിയത്തില്ലേ? ഇമാതിരി പരിപാടിയൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ വേദി ഒപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ടീമല്ല. മനസ്സിലായോ? കേൾക്കുന്ന ഒരുത്തനെങ്കിലും എവിടെ എത്തണം? കർത്താവിൻ്റെ അടുക്കലെത്തണം. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതല്ല, ദൈവം ഇടപെടുന്നതാണെന്ന് മനസ്സിലാക്കിക്കോണം. ഇന്ന് കുത്തുകൊള്ളുന്ന പ്രസംഗം, പണ്ടത്തെ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം നെഞ്ചു വേദനിച്ച് കണ്ണ് കലങ്ങി എൻ്റെ കർത്താവേ ഈ സത്യം ഒന്നും അറിയാൻ ദൈവം എൻ്റെ കണ്ണ് തുറന്നല്ലോ എന്നൊക്കെ ഓർത്ത് മാനസാന്തരപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ്. ഇന്നത്തെ പല കൺവെൻഷനും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം കാറേ കയറി ഇരുന്ന് ഫോൺ വിളിച്ച് ഒന്ന് വരണമായിരുന്നടി, ചിരി അയ്യോ. അപ്പം മാനസാന്തര അനുഭവം വേണ്ട, കുത്തുകൊള്ളുന്ന പ്രസംഗം വേണ്ട, ജനങ്ങൾക്ക് ഒരു സന്തോഷം വേണം.
ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നു, ഇത് കേട്ടിട്ട് അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പ്രസംഗം കേട്ട ഒരു പോപ്പിനോട് ചോദിച്ചു, നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു, പറ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക് പത്രോസ് അവരോട് നിങ്ങൾ കേട്ടോ, നിർത്തി വായിക്ക്. പത്രോസ് അവരോട് കേട്ടോ, തണ്ണിത്തോടുകാരെ, പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. കണ്ടോ ഈ പോപ്പ് പറഞ്ഞ പരിപാടി കണ്ടോ? നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളടുക്കൽ വന്ന് കുമ്പസരിപ്പിൻ എന്നല്ലേ ഈ പുള്ളി പറയേണ്ടത്? ഈ പുള്ളി അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാനും അന്ന് അതല്ലേ പറയത്തോളായിരുന്നു. അപ്പൊ ഈ പുള്ളിയാ മെനക്കേടുണ്ടാക്കിയത്, ഈ പോപ്പ്. അതുകൊണ്ട് വീട്ടിൽ പുസ്തകം ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് വായിച്ചോ. നിങ്ങളെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ, പാപമോചനം പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. പെന്തിക്കോസുകാരുടെ തിയോളജി അല്ല, ഒന്നാമത്തെ പോപ്പിന്റെ പ്രസ്താവന. പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. പുസ്തകത്തിൽ കിടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. വീട്ടിൽ ചെന്ന് വേദപുസ്തകം ഉണ്ടെങ്കിൽ അങ്ങേര് പറഞ്ഞത് അങ്ങനാണോ എന്ന് എടുത്തു നോക്ക്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്. നേരത്തെ പറഞ്ഞു വിശ്വസിക്കുക സ്നാനമേൽക്കണമെന്ന്. അപ്പം മാനസാന്തരം സംഭവിച്ചവന് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. ഇതൊന്നും കൊച്ചു കുഞ്ഞി നടക്കില്ല. ഇവിടെ പറയുന്നു മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പോപ്പ് പറഞ്ഞു. പെന്തിക്കോസുകാരെ സെൻട്രൽ പാസ്റ്റർ പഠിപ്പിച്ചു വിട്ടതല്ലത്, പോപ്പ് പറഞ്ഞു. ഒന്നാമത്തെ പത്രോസ് പറഞ്ഞു മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കലപിലപിലാന്ന് പറയാന്ന്, പരിശുദ്ധാത്മാവിനെ തരാന്ന്. അടുത്ത വാക്ക്, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അതാ ദൈവസഭയുടെ വളർച്ച. കയ്യും കാലും കെട്ടിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി അക്രമം കാണിച്ചു കൊണ്ടുവന്നതല്ല ദൈവസഭയുടെ വളർച്ച. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെട്ടപ്പോൾ, പിതാക്കന്മാർ തെരുക്കോണിൽ നിന്ന് വചനത്തിന്റെ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ, കുടുംബക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും പുറത്താക്കിയപ്പോൾ, വാട്ടുകപ്പ് പോലും കഴിക്കാൻ ഇല്ലെന്ന് വന്നപ്പോഴും ഈ പുസ്തകം എടുത്തുകൊണ്ട് കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കാൻ ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാരുടെ ചരിത്രം പെന്തക്കോസ്തിന്റെ പിറകിൽ കിടക്കാൻ കാരണം ഇത് അക്രമത്തിന്റെയോ നിർബന്ധത്തിന്റെയോ മാർഗത്തിൽ ഉണ്ടായതല്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഒറ്റ പ്രസംഗം. എത്ര പേര്? അന്ന് 3000. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് സ്നാനപ്പെടാൻ രംഗത്ത് വന്നു. ഇന്ന് 3000 പ്രസംഗം വന്നിരുന്ന് കേൾക്കും, സ്നാനപ്പെടൂല. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ പ്രസംഗം 3000 പേര് സ്നാനപ്പെട്ടു. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. സ്നാനപ്പെട്ടവരെല്ലാം കൂടെ എല്ലാവരും സ്നാനപ്പെട്ടോ? 3000 പേരും മുങ്ങിയോ? ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? ഇല്ല, എല്ലാവരും മുങ്ങി. എല്ലാവരും മുങ്ങിയല്ലോ. ഇനി എവിടാന്ന് വെച്ചാൽ ചെന്ന് കയറിക്കോ. അങ്ങനെ പറഞ്ഞോ? ഇന്ന് അങ്ങനെ പറയുന്നത്. അമ്മാമ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അടുത്ത് വന്നങ്ങ് സ്നാനപ്പെട്. എന്നിട്ട് അമ്മാമ എവിടാന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങ് ഇവന് ചെകുത്താനാണ്. മനസ്സിലാക്കിക്കോണം. ഇങ്ങനെ പറയുന്ന ഒരുത്തൻ പാസ്റ്ററാന്ന് പറഞ്ഞ് വരുന്നെങ്കിൽ അവൻ ചെകുത്താന്റെ ആളാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എവിടെയും ചെന്ന് കയറാൻ പ്രമാണമില്ല. അടുത്ത വാക്ക് കേട്ടോ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവൻ അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കണം. അതിനെന്ത് ചെയ്തു? കൂട്ടായ്മ. അപ്പൊ ആ ഉപദേശം കേൾക്കണം എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. മനസ്സിലായോ? അടുത്തതായി കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. അതിന്റെ 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ
സകല ജനത്തെയും കൃപയനുഭവി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. എന്താ? സഭ. ഏത്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും റോഡ് വക്കി കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ചാണ് സഭ. ആ സഭയ്ക്കകത്ത് ഷമീറുണ്ട്, നാരായണനുണ്ട്, സുരേഷുണ്ട്, സുമേഷുണ്ട്, രതീഷുണ്ട്, ചാക്കോച്ചനുണ്ട്, തോമസ് കുട്ടിയുണ്ട്, വർഗീസുണ്ട്. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് കുഞ്ഞെ സഭ. സ്തോത്രം. ആ സഭയെ ചേർക്കുവാനാണ് അവൻ രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു നിമിഷം ചിന്തിക്ക്, ഈ പറയപ്പെട്ട സഭയ്ക്കകത്ത് ഞാനുണ്ടോ? ഒരു വാക്കൂടെ ചിന്തിച്ചേ നിർത്തത്തുള്ളൂ. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, അതിപ്പം നിങ്ങളുടെ കൂടെ ഈ പള്ളിക്കകത്ത് വന്നില്ലെങ്കിലും ഇങ്ങനെ ഈ കയ്യടിയുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇന്നുവരെയും ചോദിച്ചതൊക്കെ ദൈവം എനിക്ക് നല്ല വീട് ചോദിച്ചു, നല്ല വീട് തന്നു. നല്ല കുടുംബം ചോദിച്ചു, നല്ല കുടുംബം തന്നു. ഒരു കാറ് ചോദിച്ചപ്പോൾ 2 കാറ് തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. 1 സെൻറ്റ് ചോദിച്ചപ്പോൾ 1 ഏക്കർ റബ്ബർ തന്നു. ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോണ്ടല്ലേ ഇതൊക്കെ തരുന്നേ. പിന്നെ ഇപ്പം പ്രത്യേകിച്ചൊരു കൃപയും കൂടെ തന്നു. എന്താ? ഇപ്പം എല്ലാം എന്നെ കാണിക്കും. അതെന്തുവാ? ദർശനവും. ആണോ? ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്ന കർത്താവിനെ എല്ലാം കാണിക്കും. ശരി, പറഞ്ഞു കണ്ടിട്ടില്ലേ? അപ്പുറത്തൊരുത്തൻ തൂങ്ങിച്ചെത്തു, യോ എന്നെ കാണിച്ചതാടി എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉള്ളത് കൊണ്ട് നീ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നില്ല. ഇതെല്ലാം നിനക്കുണ്ട്, പക്ഷേ മേപ്പോട്ട് പോകണമെന്നില്ല. ഒരു തെളിവ് അതിനായി വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം ഒന്ന് വായിച്ചു വിടത്തേ ഉള്ളൂ, പ്രസംഗിക്കുന്നൊന്നുമില്ല, ഒന്ന് വായിച്ചു വിട്ടെ. 10-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ച്, അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു തിരിച്ചറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രം വായിച്ചേ. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണം, അങ്ങനെ തന്നെ ആണോ? കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. വായിക്കണേ ദൈവാസനെ. അവൻ ഭക്തനും. അപ്പൊ ഒന്ന്, അവന്റെ യോഗ്യത ആര് പറഞ്ഞ? പാസ്റ്റർ പറഞ്ഞല്ല, സ്വർഗത്തിലെ തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വാളിറ്റി ആയി പറയുന്നത്. ഒന്ന്, അവൻ ഭക്തനും. എല്ലാരും പറ, ഭക്തൻ. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. അപ്പൊ 2, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 3, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. 3, കൺവെൻഷൻ ഉണ്ടെങ്കിൽ കസേര എൻ്റെ വക. പിടി കിട്ടുന്നുണ്ടോ? ആരെന്ത് ചോദിച്ചാലും കൊടുക്കും, ധർമ്മം കൊടുത്തു. അടുത്തത്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നമുക്ക് പോലും ഇല്ലാത്ത യോഗ്യത, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. 4 യോഗ്യത സ്വർഗം രേഖപ്പെടുത്തി. കേട്ടോണേ. ഇനി 5-ാമത്തെ ഒരു യോഗ്യതയും കൂടെ പുള്ളി പ്രാപിച്ചു. വായിച്ചു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അയ്യോ, 5-ാമത്തെ ഒരു ക്വാളിറ്റിയും കൂടെ പുള്ളി പ്രാപിച്ചു. എന്താ? പ്രാർത്ഥനയിൽ ദൂതൻ ഇറങ്ങി വരുന്ന ദർശനം കണ്ടു. അതെങ്ങനെ കണ്ടെന്നാ? സ്പഷ്ടം. നമ്മുടെ ഇടയിൽ ചിലർ കാണും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ഒരു ആന തിരിഞ്ഞു നിൽക്കുക, പിന്നെ ഓലമടൽ താഴോട്ട് വീഴുന്നു. നാളൊരു ഉപവാസ പ്രാർത്ഥന ഒരു അമ്മാമ്മ പറഞ്ഞു, ഒരു പൈനാപ്പിൾ പഴുത്തിരിക്കുന്ന കാണുന്നെന്ന്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ രസികനാ, പുള്ളി പറഞ്ഞു, എന്നാൽ പൂളമ്മാമ നമുക്ക് തിന്നേച്ച് ബാക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ചക്കയും മാങ്ങയും തേങ്ങയൊന്നും അല്ല, സ്പഷ്ടമായി കണ്ടു. ഇനിയിപ്പം ഓലമടലും ചക്കയും കാണുന്നത് തെറ്റാണെന്ന് ഷമീർ പാസ്റ്റർ പറഞ്ഞത് വേണ്ട, കണ്ടോ, പക്ഷെ അതിനെ ദർശനമെന്നൊന്നും പറഞ്ഞേക്കരുത്. വേണമെങ്കിൽ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, തരക്കേടില്ല. യോസേപ്പ് കണ്ടല്ലോ. അതുകൊണ്ട് ദർശനത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് ഈ ഏറുപടക്കമല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. മനസ്സിലായോ? സ്പഷ്ടമായി കണ്ടു. ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ ഈ ദർശനം കാണാനുള്ള യോഗ്യതയും പ്രാപിച്ചേ ആരെ? കൊർന്നേല്യോസ്. ഇനി ദൂതൻ വന്ന് എന്താ പറഞ്ഞെന്നൊന്ന് കേട്ടെ.
അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. എന്താ കർത്താവേ എന്ന് ചോദിച്ചു. ഉടനെ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. എന്റെ ദൈവമേ, ഇവന്റെ പ്രാർത്ഥനയും ഇവന്റെ ആ പുണ്യപ്രവൃത്തി എവിടെത്തി? ദൈവം എവിടാ? സ്വർഗത്തിൽ. അപ്പൊ ഇവന്റെ പ്രാർത്ഥനയും നന്മ പ്രവൃത്തിയൊക്കെ എവിടെത്തി? നമ്മളെയൊക്കെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ പിശാച് തടഞ്ഞു വെച്ച്, പിന്നെ ഉപവാസം വെച്ച്, പിന്നെ കൃപാപരക്കാരന് TV കാണുന്നവനെ വിളിച്ച് അവൻ വെട്ടി ശ്വാസിച്ച് ഫൽസിച്ചൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങോട്ട് ഇവിടെ ഒരു തടസ്സവും ഇല്ല. അവന്റെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തി എവിടെത്തി? സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ എത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. വന്നിട്ട് പറഞ്ഞതെന്താ? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ശ്രദ്ധിച്ചാ നിൽക്കട്ടെ. വന്നിട്ട് പറയാ, ദൂതൻ വന്നിട്ട് പറയാ, കൊർന്നേലിയോസേ, നിന്റെ ആ പുണ്യപ്രവൃത്തി, നിന്റെ ഭക്തി, നിന്റെ പ്രാർത്ഥന ഇതെല്ലാം അവിടെ എത്തി, കർത്താവിൻ്റെ അടുക്കൽ എത്തി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒരാളിനെ യോപ്പയിലേക്ക് അയച്ചിട്ട് ഒരു ഉപദേശി അവിടെ താമസമുണ്ട്, പത്രോസ് അവനെ വീട്ടിലോട്ടൊന്ന് വിളിപ്പിക്കണമെന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ആ ഒരു നിമിഷം വേണമെങ്കിൽ കൊർന്നേലിയോസിന് ഈ ദൂതനോടൊന്ന് ഉടക്കിക്കൂടെ, ഒന്ന് വഴക്കിട്ടൂടെ? അതെന്തിനാ? ഞാൻ എൻ്റെ ഭാവനയെ പറയാം. ദൂതനോട് ചോദിക്കാം, അല്ല എന്തുവാ ഇപ്പോൾ പറഞ്ഞ്? അല്ല, പത്രോസിനെ വീട്ടിൽ വിളി. എൻ്റെ വീട്ടിലോ? പട്ടാളക്കാരനാ എൻ്റെ വീട്ടിലോ? ആരെ? ആ പത്രോസ്. അങ്ങേര് പണ്ട് മീൻ പിടുത്തോട്ട് നടന്ന ആളല്ലേ? ഇപ്പോഴും കണ്ടല്ലേ വെള്ള ജുബായി വിട്ട് കൊട്ടാൻ നടക്കുന്നേ? ഹലോ, അങ്ങേര് പണ്ട് മീൻ പിടിക്കാൻ നടന്ന പുള്ളിയല്ലേ? ഇപ്പം വെള്ള ജുബയൊക്കെ ഇട്ട് ഈ ഉപദേശിപ്പണിയായിട്ട് അങ്ങേരൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ നടക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഉപദേശിമാരെ വിളിപ്പിക്കേണ്ട കാര്യമെന്താ? ശ്രദ്ധിച്ചോ, ഞാൻ ഭക്തനല്ലേ? അല്ലേ? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഞാൻ പുണ്യപ്രവൃത്തി ചെയ്യുന്നില്ലേ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? ദർശനം കാണാനുള്ള കൃപ എനിക്കില്ലേ? എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും എത്തിയില്ലേ? മറുപടിയായിട്ട് ദൂതനും വന്നില്ലേ? ഇനി ഞാൻ എൻ്റെ വീട്ടിൽ ഈ പണ്ട് മീൻ പിടിച്ച് നടന്ന ഉപദേശിയെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചൂടെ? ചോദിക്കാം. പക്ഷെ ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ വരുള്ളൂ. മോനെ കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തികളും എവിടെ എത്തി? സ്വർഗത്തിലെത്തി. പക്ഷെ നീ അവിടെ എത്തത്തില്ല. മനസ്സിലായോ? ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള, ഇത്രയും നല്ല ഗുണമുള്ള നീയും കൂടെ അവിടെ എത്തണമെന്ന് സ്വർഗത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ അവനെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. വിളിപ്പിച്ചു പത്രോസിനെ. വീട്ടിൽ പോയി വായിച്ചോ. വിളിപ്പിച്ചു പത്രോസിനെ. വന്നൊരൊറ്റ പ്രസംഗം നടത്തി. പ്രസംഗിച്ചപ്പോൾ 44-ാം വാക്യം പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ, വായിക്കുക, 44 വായിച്ചു, പുസ്തകം അടയ്ക്കാം. വായിച്ചോ. വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നിൽക്കട്ടെ. അപ്പൊ ഈ 5 ക്വാളിറ്റി പുള്ളിക്കുള്ളപ്പോഴും എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് ദർശനം കാണാറുണ്ടെന്നും പറഞ്ഞൊന്നും സന്തോഷിച്ചിരിക്കണ്ട. സുവിശേഷം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ അവർ കുടുംബമടക്കം സ്നാനമേറ്റു. അപ്പൊ ഇത്രയും യോഗ്യതയുള്ള അവൻ സ്വർഗത്തിന് യോഗ്യനായി മാറി. ഇന്ന് രാത്രി പുസ്തകം അടയ്ക്കാം. ഇന്ന് രാത്രി തണ്ണിത്തോട്ടിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടെയുള്ള കത്തോലിക്കക്കാരും ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും യാക്കോബക്കാരും ഒക്കെ മോശക്കാരായതുകൊണ്ടോ പെന്തിക്കോസുകാർ മാത്രം മിടുക്കന്മാരായതുകൊണ്ടോ അല്ല ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നതും യോഗം നടത്തുന്നതും. പകരം ഒത്തിരി നല്ല മനസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കൊർന്നേലിയോസിനെ പോലെ ദൈവഭയമുള്ള, ആര് ചോദിച്ചാലും നന്മ കൊടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഭക്തരായ ആളുകൾ പലരും ഈ ശബ്ദപരിധിയിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മ പോലെ തന്നെ ഇത്രയും നല്ല മനസ്സുള്ള നിങ്ങളാരും നരകത്തിൽ പോകരുത്. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലെത്തണം. അതിനുവേണ്ടിയാണ് ഈ യോഗം നിങ്ങളുടെ നടുവിൽ നടത്തുന്നത്. അല്ലാതെ പെന്തിക്കോസുകാരെല്ലാം മിടുക്കന്മാരെന്ന് ഷമീർ കൊല്ലം പറയത്തില്ല. ഇൻ്റർനാഷണൽ കള്ളന്മാർ ഇതിൻ്റെ ഇടയ്ക്കുമുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുകയില്ല. നല്ലതും തീയതും എല്ലായിടത്തും ഉള്ളതുപോലെ എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന സൗരങ്ങളോട് പറയാം, വചനപ്രകാരമുള്ള ഉപദേശം, നിത്യതയ്ക്കായുള്ള ഉപദേശം,
അത് പെന്തക്കോസ്തൽ ഉപദേശമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നത്, ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഉള്ളവർ മാത്രം മിടുക്കന്മാരായതുകൊണ്ട് മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണു തുറക്കണം, ഈ ശബ്ദം കേൾക്കണം. ഈ ശബ്ദത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന ആ കാത്തിരിക്കുന്ന കൂട്ടത്തെ ചെറുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വാനമേഘ വെളിപ്പെടാൻ പോവുകയാണ്.